നമസ്കാരം. ഇൻഡെപ്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശാസ്ത്രലേഖകനും പരിഷത്ത് പ്രവർത്തകനുമായ ടി.വി.എൻ. നാരായണനാണ്. നമസ്കാരം. നമസ്കാരം. നമുക്കിന്ന് കാലാവസ്ഥയെക്കുറിച്ചും അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാം. ശരി. സാധാരണയായി നമ്മൾ ഒരു 2 ദിവസം മഴയൊക്കെ പെയ്താൽ കാലാവസ്ഥ മാറി എന്നൊക്കെ പറയും. ശരിക്കും കാലാവസ്ഥയാണോ മാറിയത്? എന്താണ് അതിനെക്കുറിച്ച്? അത് നമ്മുടെ മലയാള ഭാഷയിൽ നമ്മൾ പറഞ്ഞ് ശീലിച്ചു പോയൊരു വാക്കാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഒരു ദിവസം കുറച്ച് ചൂട് കൂടുമ്പോൾ നമ്മൾ പറയും ഇന്നത്തെ കാലാവസ്ഥ ശരിയില്ല. അതെ, അതെ. 2 ദിവസം മഴ പെയ്താൽ പറയും 2 ദിവസം മഴയുടെ കാലാവസ്ഥയാണെന്ന് പറയും. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. ഇംഗ്ലീഷുകാർക്ക് നല്ല 2 വാക്കുണ്ട്. ക്ലൈമറ്റ് എന്നാണ് അവർ കാലാവസ്ഥയ്ക്ക് പറയുക. എന്നാൽ ചെറിയ സമയത്തുള്ള വ്യത്യാസത്തിന് മാറ്റങ്ങൾക്ക് അവർ വെതർ എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന് സാധാരണ ഞാൻ പറയുന്ന ഒരു ഉദാഹരണമുള്ളത്, ഞാനൊരു രാജസ്ഥാനിലേക്ക് ഒരു യാത്ര നടത്തി. ജയ്പൂരിലെത്തി. അവിടെ ഇറങ്ങുന്ന ദിവസം മഴയാണ്. ഞാൻ ആകെ 4 ദിവസം ഇവിടെ നിന്നുള്ളൂ. 3 ദിവസവും മഴ പെയ്തു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ സുഹൃത്തിനോട് പറയും രാജസ്ഥാനിലെ കാലാവസ്ഥ ഭയങ്കര മഴയുടെ കാലാവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. എല്ലാവർക്കും അത് അറിയാം. രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു മരുഭൂമിയുള്ള പ്രദേശമാണ്. അവിടെയുള്ള കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പൊതുവെ മഴ കുറവുള്ളൊരു കാലാവസ്ഥയാണ്. എന്നാൽ എൻ്റെ വാക്കിൻ്റെ അർത്ഥം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഉള്ളത് എന്നൊരവസ്ഥയില്ല, കാലം എന്നൊരവസ്ഥയിലേക്ക് വരും. യഥാർത്ഥത്തിൽ അതിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വാക്ക് ദിനാവസ്ഥ എന്നോ ദിനാന്തരീക്ഷ സ്ഥിതി എന്നാണോ. വെതർ എന്നതിന് ഉണ്ട്, ഇംഗ്ലീഷിലെ വാക്കുണ്ട്. പക്ഷേ മലയാളത്തിൽ നമുക്ക് ആ ഒരു വാക്ക് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയാം, അല്ലെങ്കിൽ ചുരുക്കി നമുക്ക് ദിനാവസ്ഥ എന്ന് പറയാം. കാലാവസ്ഥ കുറെ ഉപയോഗിക്കാറില്ല. ഇനി അത് പറഞ്ഞ് ശീലിക്കണം. ദിനാവസ്ഥ എന്ന് പറഞ്ഞ് ശീലിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും ഈ കാലാവസ്ഥ വ്യതിയാനം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്ത് സംഭവിച്ചാലും ഉടനെ നമ്മൾ പറയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറയും. ശരിക്കും ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ തുടർച്ചയാണ്. ഒരു ദിവസത്തെയോ ഒരാഴ്ചത്തെയോ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും ഇപ്പോൾ നടക്കുന്ന കാര്യം. വെതർ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പ്രസന്റ് ആയിട്ടുള്ളതാണ്. എന്നാൽ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് കുറേ കാലത്തേക്കുള്ള ഒരു വർഷം എടുക്കുകയാണെങ്കിൽ ആ വർഷത്തിൽ എത്ര മാസം ഏകദേശം മഴ പെയ്യുന്നുണ്ടാവും, എത്ര പ്രാവശ്യം അതിനകത്ത് ചൂട് കൂടിയ കാലാവസ്ഥ സമയം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ എത്ര മാത്രം അതിനകത്ത് ഈർപ്പം കൂടുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചേർത്തിട്ട് ഒരു പ്രദേശത്തിന്റെ അവസ്ഥയെ പറയാനാണ് നമ്മൾ കാലാവസ്ഥ എന്ന് പറയേണ്ടത്. ഇതിനുവേണ്ടി ചുരുങ്ങിയത് 30 വർഷത്തെയെങ്കിലും ഈ ആകെ മഴക്കാലം, അതുപോലെ വേനൽക്കാലം, തണുപ്പ് കാലം ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ കാലാവസ്ഥ എന്ന് പറയാൻ. ഇതാണ് കാലാവസ്ഥ. ഇത് മറ്റേത് ഇടക്കിടക്ക് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന് കൃത്യമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കേരളത്തിലേതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ കാലാവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഒരു മഴക്കാലം ഉണ്ട് എന്നുള്ളതാണ്. 2 മഴക്കാലം ഉണ്ട്. ആദ്യത്തേതൊരു കാലവർഷം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് തുലാവർഷമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇടവപ്പാതി എന്ന് പറയുന്നത് ജൂൺ 1 തുടങ്ങി അങ്ങ് ഒരു ആരംഭിച്ച് ശക്തിപ്പെട്ട് കർക്കിടകത്തിലും പിന്നെ ചിങ്ങത്തിലെത്തുമ്പോൾ കുറയുന്ന ഒരു മഴക്കാലം നമുക്ക് ആദ്യം ഉണ്ട്. അത് കഴിഞ്ഞാൽ തുലാമാസം വരുന്ന വൈകുന്നേരത്ത് ഇടിയോടുകൂടി പെയ്യുന്ന ഒരു മഴയുണ്ട്. ഇത് കേരളത്തിന്റെ പൊതുവായി കുറേ വർഷങ്ങളായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. കുറെ കാലമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ചോദ്യത്തിലേക്ക് വരാം. ഇതിന് വലിയ വ്യത്യാസം വരാൻ തുടങ്ങി. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണുന്ന എന്താണ്, ഈ ജൂൺ 1-ാം തീയതി തുടങ്ങുന്ന മഴ ചിലപ്പോൾ ജൂൺ 1-ാം തീയതി തുടങ്ങണമെന്നില്ല. തുടങ്ങിയാലും പിന്നീട് തുടർച്ചയായ ഒരു മഴക്കാലം കിട്ടുന്നില്ല. ഒരു 2 ആഴ്ചത്തെ ഗ്യാപ്പ് വരുന്നു, പിന്നീടാണ് മഴ കിട്ടുന്നത്. അത് കിട്ടുന്ന മഴയാണെങ്കിലോ സാധാരണ നമ്മൾ ഓരോ ഞാറ്റുവേലക്ക് ഓരോ മഴേൻ്റെ ഒരു അവസ്ഥ പറയും. അല്ലെങ്കിൽ ഒരു ഇന്ന സമയത്ത് പെയ്യുന്നത് ഇങ്ങനെ മഴയായിരിക്കും എന്ന് നമ്മൾ പറയും. കട്ടിയുള്ള മഴയുണ്ടാകാം, ഒരുപോലത്തെ മഴയുണ്ടാകാം. അതൊക്കെ പഴയ ആളുകൾ അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വരുന്ന കാര്യമാണ്. പക്ഷെ അതെല്ലാം തകിടം മറിയുന്നു. മഴ പെയ്യും എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് കൊടും വേനലുണ്ടാകുന്നു. വെയിലാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് വലിയ മഴയുണ്ടാകുന്നു. ഇതിന് നമ്മുടെ നിത്യജീവിതത്തിലെ അനുഭവം പറഞ്ഞാൽ, ഈ മുമ്പ് നമ്മുടെ നാട്ടിൽ ആരും തന്നെ കർക്കിടക മാസത്തിൽ കല്യാണം കഴിക്കില്ല. കല്യാണം മറ്റു ചടങ്ങുകളൊന്നുമില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ ഓഡിറ്റോറിയങ്ങളൊന്നുമില്ല, വലിയ ഹാളുകളില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിച്ച് ഓലയുടെയോ ഒക്കെ പന്തലൊക്കെ ഇട്ട് അതിനകത്ത് താഴെ ചാണകം വഴുകി ഒരു പായിട്ട് ഒരു 50 ആൾക്ക് ഇലയിട്ട് സദ്യ കൊടുക്കണം. ആ സദ്യ കൊടുക്കാൻ എനിക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ മഴ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ആ സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾ ഉത്സവങ്ങൾ വന്നിട്ടുണ്ട്, പള്ളിപ്പെരുന്നാളുകൾ വന്നിട്ടുണ്ട്, ഉറൂസുകൾ വന്നിട്ടുണ്ട്, നാട്ടിലെ നാടകങ്ങൾ, ക്ലബ്ബുകൾ, കലാസമിതികളെല്ലാം തന്നെ വാർഷികങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത്രാം തീയതിയിൽ എൻ്റെ നാട്ടിലൊരു തെയ്യം നടക്കും, അന്ന് മഴ പെയ്യില്ല എന്നാണ് പണ്ടത്തെ പൂർവികരുടെ ഒരു 100 കണക്കിന് കൊല്ലത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ തെയ്യത്തിന്റെ നിശ്ചയിച്ചത്. എന്നാൽ ഇന്നെന്താണ് അവസ്ഥ? ഇന്ന് ഈ പറയുന്ന മകരം അല്ലെങ്കിൽ കുംഭം മാസത്തിലെല്ലാം തന്നെ ഈ തെയ്യക്കാലത്ത് മൊത്തം മഴയാണ്.
ഒരു തമ്പുരാട്ടി തെയ്യം നമ്മൾ ഏറ്റവും മനോഹരമായ ഒരു തെയ്യമാണ് ഈ മറ്റേ കോത്തിരിയും പന്തവും ഒക്കെയുള്ള തെയ്യം. ഈ തെയ്യം ഈ സാധാരണഗതിയിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നല്ല തണുപ്പുള്ള ഒരു സമയത്ത് രാത്രിയിൽ ഒരു മേലേരിയൊക്കെ കൂട്ടി അതിൻ്റെ അടുത്തിരുന്നിട്ട് ആളുകൾ തെയ്യം കാണാനാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ പറയുന്ന മാസങ്ങളിലെല്ലാം തെയ്യം തുടങ്ങേണ്ട സമയത്ത് മഴ പെയ്യാണ്, മേലേരിയൊക്കെ നനഞ്ഞു പോകുന്നു. അവസാനം ചടങ്ങിന് വേണ്ടി പ്ലാസ്റ്റിക് ഷീറ്റ് മുകളിൽ പിടിച്ചിട്ട് തെയ്യത്തിന് അതിലൂടെ നടത്തിക്കുന്നു. അത്രയധികം മാറി. ഈ മാറ്റം, കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. സാധാരണ ഈ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഓൺലൈനിൽ കാണുകയുണ്ടായി, ഈ എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് കൊടും തണുപ്പാണ് വരുന്നതെന്ന്. ശരിക്കും അത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് ഇനി വരാൻ പോകുന്ന ഡിസംബറിലൊക്കെ കൊടും തണുപ്പ് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത കണ്ടത്. ശരിക്കും എന്താണ് ഈ എൽനിനോ പ്രതിഭാസം? അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്നത് കൊടും തണുപ്പാണോ? ഇതില് ഈ എൽനിനോ എന്ന് പറയുന്നത് സമുദ്ര അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന, സമുദ്ര ജലോപരിതലത്തിൽ ഉണ്ടാകുന്ന താപത്തെ നിയന്ത്രിക്കുന്ന ഒരു കാറ്റിന്റെ ഗതിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് പസഫിക് സമുദ്രത്തിലാണ് ഇതാദ്യമായി ശ്രദ്ധയിൽപ്പെടുന്നത്. പൊതുവെ ഈ പസഫിക്കിന്റെ ഇത് മുമ്പേ ഉള്ളതാണ്. പക്ഷെ ആളുകൾ ഈ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് പെറു എന്ന് പറയുന്ന രാജ്യത്തിന്റെ തീരത്തേക്ക് വരുന്ന കാറ്റിനെ നോക്കിയിട്ട് അവിടുത്തെ ഈ മത്സ്യത്തൊഴിലാളികളാണ് ഇത് ഒരു വലിയൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് അവർ ശ്രദ്ധിക്കുന്നത്. ഈ എൽ നിനോ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി എന്നാണ്. അപ്പൊ ഈ ചെറിയ കുട്ടി അത് പെറുവിലെ ഒരു സ്പാനിഷ് ഭാഷയിലാണ് വരുന്നത്. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പെറുവിലെ ഈ മത്സ്യത്തൊഴിലാളികൾ ക്രിസ്മസിനോടനുബന്ധിച്ച സമയത്ത് ഡിസംബർ മാസം ആകുമ്പോഴേക്ക് അവിടുത്തെ ചൂട് കൂടുന്നു എന്ന് അവർ കണ്ടെത്തി. അപ്പോൾ ഉണ്ണിയേശു വരുന്നതുകൊണ്ട് അവരെ എതിരേൽക്കാൻ വേണ്ടിയുള്ള ചൂട് കൂടുന്നു എന്നാണ് ഇവർ പറയുന്നത്. അത് ഉണ്ണിയേശു, ഈ ചെറിയ കുട്ടി, സ്മോൾ ബോയ് എന്ന് പറയുന്നത് ഉണ്ണിയേശുവായിട്ടാണ് അവർ സങ്കല്പിക്കുന്നത്. ആ പേര് കൊണ്ടാണ് എൽ നിനോ എന്ന പേര് വന്നത്. ഇത് ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈ വെള്ളം മെല്ലെ ചൂട് പിടിക്കും, മെല്ലെ തണുക്കും. കര വേഗം ചൂട് പിടിക്കും, വേഗം തണുക്കും. ഈ കടലിലെ അന്തരീക്ഷത്തിൽ നമുക്കറിയാം വെയിൽ അടിക്കുന്നു, ആ വെള്ളത്തിലെ ചൂട് പിടിപ്പിക്കും. അത് രാത്രിയിൽ ഇങ്ങനെ ചൂട് മെല്ലെ മെല്ലെ വിട്ടുകൊടുത്ത് അങ്ങനെ പോകുകയാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ കടലിന്റെ ടെമ്പറേച്ചറും കരയിന്റെ ടെമ്പറേച്ചറും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് കാറ്റുകൾ ഉണ്ടാകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റുകൾ ഉണ്ടാകുന്നത്, കടൽ കാറ്റ് ഉണ്ടാകുന്നത്. ഈ കര ചൂട് പിടിച്ചു, അപ്പോൾ ആ സമയത്ത് ഇവിടെ വികസിക്കുമ്പോൾ ഇവിടത്തേക്ക് അവിടുന്ന് കാറ്റടിക്കും. ഈ കടൽ വികസിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാറ്റടിക്കും. അത് സാധാരണ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇതിൽ സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യാസമായി ഒരു 5-6 വർഷങ്ങൾക്കിടയിൽ ഒരു വലിയ തോതിലുള്ള മാറ്റം താപത്തിൽ ഉണ്ടാവും. അപ്പൊ അതിനെയാണ് ഇവർ എൽ നിനോ എന്ന് വിളിക്കുന്നത്. ഇതുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചില ഭാഗത്ത് ഭൂമിയിൽ ശരാശരി അന്തരീക്ഷോഷ്മാവ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ ഏറ്റവും തണുത്തുറഞ്ഞ് കിടക്കുന്ന ഈ ഐസ് കട്ടയുള്ള സ്ഥലമുണ്ട്, ഏറ്റവും ചൂട് പിടിച്ച് കിടക്കുന്ന മരുഭൂമിയുണ്ട്. 45 ഡിഗ്രി ഒക്കെയുള്ള മരുഭൂമി, 50 ഡിഗ്രിയുള്ള മരുഭൂമിയുണ്ട്, മൈനസിൽ കിടക്കുന്ന ഈ കുറേ പ്രദേശങ്ങളുണ്ട് ഐസ് കട്ടയുള്ള ധ്രുവ പ്രദേശമൊക്കെ. ഇതിനെല്ലാം ചേർത്ത് ഭൂമിയുടെ ആകെ അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് എന്ന് പറയുന്നതാണ് ശരാശരി ഊഷ്മാവ്, ഗ്ലോബൽ ടെമ്പറേച്ചർ എന്ന് പറയും നമ്മൾ, ആവറേജ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 15 ഡിഗ്രിയാണ്. 15 ഡിഗ്രിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ ഇതിൽ വ്യത്യാസമാകാവുന്ന രീതിയിൽ വലിയൊരു മാറ്റം കടലിന്റെ ഇത് ചൂട് പിടിച്ചുകൊണ്ടുണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ എൽ നിനോ എന്ന് പറയും. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്താകെ ഇത് ബാധിക്കും. ഈ പസഫിക്കിലാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. പക്ഷേ അത് ഇതിന്റെ ഒരു ഭാഗത്തുള്ള അമേരിക്കയുടെ ഭാഗത്തേക്ക് പോകും, ഈ ഭാഗത്ത് ഏഷ്യയുടെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരും, ഇന്തോനേഷ്യ ഫിലിപ്പീൻസിന്റെ ഭാഗത്തേക്കും ഇത് വരും. അപ്പോൾ ഒരു ഭാഗത്ത് ചൂട് പിടിക്കുകയും പെറുവിന്റെ ഒക്കെ ഭാഗത്ത് ചൂട് പിടിക്കും, ഇപ്പുറത്തെ ഭാഗത്ത് തണുക്കും. എന്ന് പറയുന്ന പ്രതിഭാസം കൊണ്ട് ചൂട് കൂടുകയാണോ ചെയ്യാൻ? ഒരു ഭാഗത്ത് ചൂട് കൂടുകയോ ഒരു ഭാഗത്ത് തണുപ്പുണ്ടാകും. അതിന്റെ തന്നെ ഒരു ഈ എതിര് പോലെയാണ് പറയേണ്ടത്. എൽനിനോ എന്ന് പറയുന്നത് ഏകദേശം 5-6 കൊല്ലം കൂടുമ്പോണ്ടാവും. ഏകദേശം ഒരു 8 മാസത്തോളം ഈ ഇതിന്റെ പീക്ക് വന്ന് നിൽക്കും. ഇതിന് കൂടി വന്ന് പീക്ക് വന്നതിന്റെ പിന്നെ കുറഞ്ഞു പോകും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ലാനിന. ലാനിന എന്ന് പറയുന്നത് പെൺകുട്ടി എന്ന് പറയാം, മറ്റേത് ആൺകുട്ടിയാണെങ്കിൽ ഇത് പെൺകുട്ടിയാണ്. ഇതും അതുപോലെ തന്നെ ചൂട് കൂടുന്നതിന് പകരം ഒരു പ്രദേശത്ത് ഈ സമുദ്രത്തിന്റെ ചൂട് കുറയും, ജലോപരിതലത്തിലുള്ള ചൂട് കുറയാണ് ലാനിന വരുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ലാനിന. പക്ഷെ ഇതുപോലെ കൃത്യമായൊരു ഷെഡ്യൂളിൽ വന്ന് കാണാറില്ല, ഉണ്ടാകാറുണ്ട്. ഒരു എൽനിനോ വന്നു കഴിഞ്ഞാൽ ചെറിയ കാലത്തേക്ക് ഒരു ലാനിന ഉണ്ടാവും. ലാനിന ആയാലും എൽനിനോ ആയാലും ഇപ്പോൾ മൊത്തത്തിലുള്ള ലോകത്തിലെ എല്ലാ സ്ഥലത്തുള്ള ചൂടിനെയും തണുപ്പിനെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. ചോദ്യത്തിലേക്ക് ഒരു വരാം. ഈ വലിയ കൊടും തണുപ്പുണ്ടാകുമെന്നല്ലേ പത്രത്തിലേക്ക് കാണുന്നത്? അതിന് സാധ്യത കുറവാണ്. കാരണം ഇത് ഇന്നലെയോ ഇന്നും ഉണ്ടായ പ്രതിഭാസമല്ല. ഈ പല ചാനലിലും പത്രത്തിലും കാണുന്നത് ഈ എൽനിനോ ഒന്ന് പുതിയ എന്തോ കാര്യം വരുന്നതല്ലേ. ഇതല്ലേ ഇത് മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില വർഷങ്ങളിൽ എൽനിനോ വന്നാൽ ഭയങ്കര ചൂടുണ്ടായി വരൾച്ച ഉണ്ടാക്കാറുണ്ട് ഇന്ത്യയിൽ. ചില സമയത്ത് വൻ ഈ മൺസൂണിനൊക്കെ സ്വാധീനിച്ച് വലിയ മഴ ഉണ്ടാക്കാറുണ്ട്.
അതുകൊണ്ട് ഒരു കാലാവസ്ഥ പ്രതിഭാസം പൊതുവെ എപ്പോഴും പറയാറുള്ളത് പ്രവചിക്കാൻ ഏറ്റവും വിഷമമുള്ള കാര്യമാണ് കാലാവസ്ഥ. ഒരു കാലാവസ്ഥ പ്രവചിക്കണമെങ്കിൽ ഒരുപാട് പാരാമീറ്റർ നോക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ പറയുന്ന പോലെ തണുപ്പുണ്ടാകാം, പക്ഷെ കൊടും തണുപ്പുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ചൂടും ഉണ്ടായേക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന പ്രശ്നം. കാലാവസ്ഥ മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാനമായിട്ടും മനുഷ്യൻ തന്നെയാണോ കാരണക്കാരൻ? അത് നല്ലൊരു ചോദ്യമാണ്. ഈ മനുഷ്യനില്ലാത്ത കാലത്തും കാലാവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും, മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം ഭൂമി ഏകദേശം 450 കോടി കൊല്ലമായിട്ടുണ്ട് ഭൂമി ഉണ്ടായിട്ട്. ഈ ജീവൻ ഉണ്ടായിട്ട് 350 കോടി കൊല്ലമായിട്ടുള്ളൂ. മനുഷ്യനെ പോലത്തെ ജീവികൾ ഉണ്ടായിട്ട് ഒരു ചുരുങ്ങിയ ഒരു 10-50 ലക്ഷം കൊല്ലത്തിനകത്ത് മനുഷ്യനെ പോലത്തെ ജീവികൾ ഉണ്ടായിട്ട്, മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോമോസാപ്പിയൻ ഉണ്ടായിട്ട് ഈ പ്രകൃതിയിൽ ഇടപെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ മനുഷ്യൻ ഉണ്ടായിട്ട്, അതുപോലെ അത് നമ്മളെ പോലത്തെ ഹോമിനിഡുകൾ എന്ന് പറയുന്നത് കുറേ ജീവികളുണ്ട്. ഈ ഹോമോ ഹാബിലിസ്, നിയന്തർത്താൽ എന്നെല്ലാം പറയുന്ന ജീവികളുണ്ട്. അതൊക്കെ ഉണ്ടായിട്ട് ഏകദേശം ഒരു 5 ലക്ഷം കൊല്ലം, ഈ ഹോമോസാപ്പിയൻ 3 ലക്ഷം കൊല്ലമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുള്ളൂ. അതുകൊണ്ട് അതിനു മുമ്പ് അതിശൈത്യം ഉണ്ടായിട്ടുണ്ട്. ഈ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു പറഞ്ഞാൽ വലിയ ശൈത്യ യുഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ ചൂടുള്ള കാലാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു ഉദാഹരണം ഈ മനുഷ്യൻ ആഫ്രിക്കയിൽ ഉണ്ടായ ഹോമോസാപ്പിയൻ മറ്റു പല ഭാഗങ്ങളിലേക്കും പോകാനുണ്ടായ ഒരു പ്രധാന കാരണം വലിയൊരു ശൈത്യയുഗമാണ്. ഈ ശൈത്യയുഗം ഉണ്ടാക്കിയത് മനുഷ്യനല്ല. അതിനൊരു കാരണം പ്രത്യേകിച്ച് പറയുന്നത് വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായപ്പോൾ അതിനകത്ത് നിന്നുണ്ടായ പൊടിപടലങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ നിൽക്കുകയും സൂര്യന്റെ പ്രകാശം താഴേക്ക് വരാതിരിക്കുകയും ചെയ്തപ്പോൾ ഈ ഭൂമിയിൽ തണുപ്പുണ്ടായി. സൂര്യനാണല്ലോ നമുക്ക് ഊർജ്ജം തരുന്നത്, ചൂട് തരുന്നത്. പൊടിപടലങ്ങൾ കൊണ്ട് വലിയൊരു മറ പോലെ ഉണ്ടാവുകയും സൂര്യപ്രകാശം തട്ടി തിരിച്ചു പോവുകയും ചെയ്തപ്പോൾ താഴെ വലിയ ശൈത്യം ഉണ്ടായി. 12,000 കൊല്ലം മുമ്പ് വരെ ആ ശൈത്യത്തിന്റെ ബാക്കി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ്. അപ്പോൾ മനുഷ്യൻ മാത്രമല്ല, ഇപ്പോ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ നടക്കുന്ന കാര്യം ഏകദേശം 1850 ശേഷമാണ് ഈ ചൂട് ഇത്രയധികം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്. മനുഷ്യൻ മാത്രമല്ല എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ പ്രവർത്തനങ്ങളും ഭാഗമാണ്. അതിന് നമ്മൾ ഈ ആന്ത്രോപോജനിക് എന്ന് പറയും. മനുഷ്യൻ ഉണ്ടാക്കുന്നത്, ഈ മനുഷ്യൻ ഉണ്ടാക്കുന്ന കാലാവസ്ഥാ മാറ്റത്തെ നമ്മൾ പറയും. മനുഷ്യൻ ഇല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റം ഉണ്ടായേക്കാം, പക്ഷെ ആ സമയത്ത് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന മനുഷ്യൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല. ഈ മനുഷ്യന് എന്തൊക്കെ പ്രവർത്തനം കൊണ്ടാണ് ഈ കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടാകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന് ഗ്ലോബൽ വാർമിങ്ങിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഗ്രീൻ ഹൗസ് വാതകങ്ങളാണ്. കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഭൂമിയിലെ ചൂട് കൂടുന്നു എന്നുള്ളതാണ്. ചൂടില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ചൂട് ഒരു 15 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ, അതിപ്പോൾ 15 ഡിഗ്രി ശരാശരി പറയുമ്പോൾ ഓരോ പ്രദേശത്തിന് അതിൻ്റെതായ ടെമ്പറേച്ചർ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ ഏകദേശം റൂം ടെമ്പറേച്ചർ 28 ഡിഗ്രി എന്നൊക്കെ നമ്മൾ പറയും. ഇതിൽ കൂടുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഹരിതഗൃഹ വാതകങ്ങൾ, ഗ്രീൻ ഹൗസ് വാതകങ്ങൾ എന്ന് പറയുന്ന വാതകങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതാണ്. ഈ വാതകങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനം ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോഴാണ്. ഈ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, പിന്നൊന്ന് മീഥേനാണ്, അതുപോലെ തന്നെ സൾഫറിന്റെയും നൈട്രജന്റെ ഓക്സൈഡുകളാണ്, പൊടിപടലങ്ങളാണ്, ചെറിയ കാർബൺ കണികകളാണ്, നീരാവിയാണ്. ഇതൊക്കെ കൂട്ടുന്നതിൽ മനുഷ്യന് ഒരുപാട് പങ്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആന്ത്രോപോജനിക് ആണെന്ന് ഇതിന് പറയുന്നത്, മനുഷ്യ നിർമ്മിത കാലാവസ്ഥാ മാറ്റാണെന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ വാഹനങ്ങൾ ഉപയോഗം അത്തരത്തിലുള്ളതാണോ? അതെ അതെ, വാഹനങ്ങൾ നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും ഇന്ധനങ്ങൾ ഉപയോഗിക്കണം. യാത്ര ചെയ്യാൻ ഫോസിൽ ഇന്ധനങ്ങൾ തന്നെയാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. വിറകാണ് നമ്മൾ ഇവിടെ പാചകത്തിന്, കേരളത്തിലാണെങ്കിൽ ചോറ് വെക്കുന്ന ആളാണ് നമ്മൾ. ഏറ്റവും കൂടുതൽ പാചകത്തിന് സമയമെടുക്കുന്ന ഒരു സാധനം ഈ വിഭവമാണ് അരി. ഈ മറ്റ് നാട്ടുകാരെ പോലെയല്ല, നമുക്ക് കൂടുതൽ സമയം വേണം. അപ്പൊ ഇന്ത്യയിൽ പൊതുവെ കൂടുതൽ ജനങ്ങളുണ്ട്. ഓരോ വീട്ടിൽ ഓരോ അടുപ്പ് കണക്കൂട്ടിയാൽ തന്നെ ഇവിടെ കോടിക്കണക്കിന് അടുപ്പുകളുണ്ട്. അപ്പൊ അങ്ങനെ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ വിറകിൽ നിന്നുള്ള പുക, കരി ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് നമുക്ക് ഒരു വീട്ടിൽ ഇപ്പം പരമാവധി എല്ലാവരും 2 വീലറൊക്കെ വന്നു. അതുകൊണ്ട് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. അതുപോലെ ചെറിയ പണിശാലയാണെങ്കിൽ പോലും അവിടെ എന്തെങ്കിലും ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കത്തുമ്പോൾ പുറത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കാര്യം കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കൽക്കരിയൊക്കെ കത്തിക്കുമ്പോൾ സൾഫറിന്റെ അളവ് കൂടുന്നുണ്ട്, നൈട്രജന്റെ അളവ് കൂടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കൂടുന്നത് കൊണ്ട് പൊതുവെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടും. അപ്പൊ ഇത് കുറക്കാൻ വേണ്ടിയായിരിക്കാം ഈ സൗരോർജ്ജമൊക്കെ ഉപയോഗിക്കുന്നത്. അതെ അതെ, അത് എത്രത്തോളം പ്രായോഗികമാണ്? ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അത് ഈ കണക്കെടുക്കുമ്പോൾ ഒരു രസകരമായ ഒരു കണക്ക് വരിക, ഏറ്റവും കൂടുതൽ കാർബൺ ഉത്സർജനത്തിന് കാരണക്കാരാരാണ് എന്ന് നോക്കിയാൽ
അളവ് മൊത്തം എടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്. ചൈനയാണ് ആദ്യം, പിന്നെ രണ്ടാമത് ഇന്ത്യയാണ്. അത് കഴിഞ്ഞാലേ ഈ വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന അമേരിക്ക, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലൊക്കെ വരുന്നുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ആളോഹരി ഉത്സർജനം കണക്കെടുക്കുകയാണെങ്കിൽ നമ്മൾ വളരെ കുറവാണ്. നമ്മളിൽ 100 കോടിയിലധികം ജനങ്ങളിൽ ചൈനയും ഇന്ത്യയും ഒരാളുടെ ശരാശരി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഉത്സർജന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവല്ല, നമ്മുടെ ശരാശരി ഇന്ത്യക്കാരന്റെ 400 ഇരട്ടി ഉത്സർജനം നടത്തുന്ന ആളുകൾ. ജനങ്ങൾ കൂടുതലായതുകൊണ്ട് അളവ് കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്മുടെ ജീവസന്ധാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചോറ് വെക്കണം, നമുക്ക് അത്യാവശ്യത്തിന് ഒരു ബസ്സിൽ പോകണം, ട്രെയിൻ ഓടിക്കണം, ഇതിനൊക്കെ തന്നെ ഇന്ധനങ്ങൾ ഉപയോഗിക്കണം. പക്ഷെ അതുപോലെയല്ല, ഒരു മനുഷ്യന്റെ ആവശ്യത്തിൽ കൂടുതൽ ഈ എല്ലാ കാര്യത്തിനും കൂടുതൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുകയും കൂടുതൽ കാർബൺ ഉത്സർജനം നടത്തുകയും ചെയ്യുന്ന വികസിത രാജ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ അളവിൽ ശരാശരി നോക്കുമ്പോൾ ആളോഹരി നോക്കുകയാണെങ്കിൽ നമ്മൾ പിറകിലാണ്. അവരാണ് കൂടുതലുള്ളത്. അത് പലപ്പോഴും ആളുകൾ കണക്ക് കൂട്ടുന്നില്ല. യഥാർത്ഥ ജീവിക്കാൻ വേണ്ടി കഞ്ഞി വെക്കുന്നയാളും അതുപോലെ തന്നെ ആഘോഷത്തിന് വേണ്ടി ഈ വൈദ്യുതിയും മറ്റു കരിക്ക് ഉപയോഗിക്കുന്ന ആളും അതും നമ്മൾ നോക്കേണ്ടതാണ്. ഈ നമ്മുടെ ഇപ്പം ഭൂമിയില് എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടിയിട്ടുണ്ട്? നമ്മളിത് കണക്കൂട്ടുമ്പോൾ ഇതിനൊരു ഈ അടിസ്ഥാന കണക്കെടുക്കും. അതെടുക്കുന്നത് 1850 കണക്കാണ്. 1850 എടുക്കാനുള്ള ഒരു കാരണം, ലോകത്താകെ വ്യവസായ വിപ്ലവം വന്ന് ഫാക്ടറികൾ, വലിയ പണിശാലകൾ വന്ന് അവിടെ കൽക്കരിയൊക്കെ ഉപയോഗിച്ച് ഇന്ധനങ്ങൾ ഉപയോഗിച്ച് കത്തിച്ച് പുക പുറത്തേക്ക് വരുന്നൊരു ഇതുണ്ടല്ലോ, നമ്മുടെ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണാറുണ്ട്. അത് തുടങ്ങുന്ന 1850 ആയതുകൊണ്ടാണ് ഏകദേശം ആ വ്യവസായ പൂർവ്വ കാലഘട്ടം 1850 മുമ്പത്തെ ആ ബെഞ്ചിൽ നിന്ന് എത്ര ഉയരത്തിലേക്കാണെന്നാണ് ഇപ്പോഴത്തെ കണക്ക് നമ്മൾ നോക്കുന്നത്, ഒരു സ്റ്റേജ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ 1.2 ഡിഗ്രി ചൂട് കൂടിയിട്ടുണ്ട് എന്നാണ് കണക്ക്. ഈ 1.2 ഡിഗ്രി എന്ന് കേൾക്കുമ്പോൾ വളരെ ചെറിയ ഇതാണ്. പക്ഷെ ഈ കണക്ക് ഒരു വളരെ ചെറിയ ഊഷ്മാവ് വ്യത്യാസം പോലും നമ്മുടെ ലോകത്തിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതിപ്പോ നമ്മളിപ്പോ കാണുന്ന മഴയുടെ വ്യത്യാസമായാലും ഈ ചൂടിന്റെ വ്യത്യാസമായാലും എല്ലാം നമ്മൾ അനുഭവിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഏകദേശം നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ ഈ ആവറേജിൽ വ്യവസായ പൂർവ്വ കാലത്തേക്കാൾ 1.2 ഡിഗ്രിയാണ് നമുക്ക് കൂടി. കാലാവസ്ഥാ വ്യതിയാനത്തിന് തുടർന്ന് ചൂട് മാത്രമാണോ കൂടുക? അല്ല, ഈ ചില സ്ഥലത്ത് ഭയങ്കര തണുപ്പ് കൂടും. ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യം, ഇപ്പൊ മഴയുടെ കാര്യം പറഞ്ഞില്ലേ, ഈ കേരളത്തിൽ മൊത്തം മഴ ഇപ്പൊ ഈ വർഷത്തെ കാലവർഷത്തെടുത്ത വളരെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെല്ലാം മഴ എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ കിട്ടേണ്ട മഴയുടെ അളവ് കുറവായിട്ട് കിട്ടിയത്. കാലവർഷത്തിൽ കുറവാണ്. നമ്മുടെ ഫീലിംഗ് എന്താണ്? ഭയങ്കര മഴ പെയ്തിട്ടുണ്ട്. പക്ഷെ ശരാശരി എടുത്ത് നോക്കുമ്പോൾ മഴയുടെ അളവ്, കിട്ടേണ്ട മഴ ഈ സമയത്ത് കിട്ടേണ്ട മഴ കിട്ടിയില്ല, കേരളത്തിൽ കിട്ടിയില്ല. പക്ഷേ പെയ്യുന്ന മഴയാണെങ്കിലോ മുമ്പ് 3 ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ ഇപ്പോ മണിക്കൂറുകൊണ്ട് പെയ്യും. അത് നമ്മുടെ ഈ കണക്ക് എടുത്താൽ നമ്മുടെ പല സ്ഥലത്തും ഇത് മഴ അളക്കുന്ന യന്ത്രങ്ങളുണ്ടല്ലോ, മീറ്ററുകളുണ്ടല്ലോ, റെയിൻ ഗേജുകളുണ്ടല്ലോ, അതെടുത്ത് നോക്കിയാൽ നമ്മൾ അമ്പരന്ന് പോകും. കാരണം മുമ്പ് കിട്ടുന്ന ഒരു ശരാശരി കിട്ടുന്ന മഴയുടെ 4-5 ഇരട്ടി ഒറ്റ സമയത്ത് പെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ചൂട് കൂടും, ചില സ്ഥലത്ത് തണുപ്പ് കൂടുന്നുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് കൃത്യതയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഇപ്പൊ ആഫ്രിക്കയിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചാല് ഇന്ത്യയെ ബാധിക്കുമോ? ബാധിക്കും. ലോകം മുഴുവൻ ബാധിക്കും. അതിന് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് പറയാ. അതൊരു പ്രയോഗമാണ്, സാഹിത്യ പ്രയോഗമാണ്. അത് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇല്ല, ഹിമാലയത്തിന്റെ ഈ മുകളിലെ ഒരു മഞ്ഞ് കട്ട ഇടിഞ്ഞു വീഴുമ്പോൾ അങ്ങ് തലക്ക് ആഫ്രിക്കയിലെ ഒരു ഈ മരുഭൂമിയിലെ ഒരു ചെടിയെ ഇത് ബാധിക്കും. അല്ലെങ്കിൽ അങ്ങ് അമേരിക്കയിൽ ഏതോ ഒരു ഈ പൂന്തോട്ടത്തിൽ ഇരുന്നൊരു പൂമ്പാറ്റ ചിറകടിക്കുമ്പോൾ ഹിമാലയത്തിലെ ഏറ്റവും മുകളിലുള്ള മഞ്ഞ് മലയിലേക്ക് കൂടി അത് ബാധിക്കുന്നു പറയുന്നത്. കാരണം ഈ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കാറ്റുകളാണ്. ഈ കാറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ അങ്ങോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന താപ വ്യത്യാസം അത് മർദ്ദത്തിന് വ്യത്യാസം ഉണ്ടാക്കും. ഇതൊരു വായുവാണല്ലോ, വായുവിന് ഈ താപം കൂടും, അപ്പോൾ മർദ്ദത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. ഈ മർദ്ദ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് സഞ്ചരിക്കും. ഈ കാറ്റിലൂടെയാണ് ഈ മേഘങ്ങൾ ഉണ്ടാകുന്നത്, ഈർപ്പം കടന്നു പോകുന്നത്, പൊടിപടലങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ അറേബ്യയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം നമ്മളെയുള്ള മാറ്റം ഇന്തോനേഷ്യയിൽ ബാധിക്കും, അത് ആസ്ട്രേലിയക്ക് എത്തും, എല്ലാവരും എത്തും. അപ്പൊ ഇത് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രമോ ഏതെങ്കിലും ഒരു വൻകരയോ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല, ലോകം മുഴുവൻ ചിന്തിക്കണം. അതുകൊണ്ടാണ് ലോകത്തെ ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഇതൊരു ചർച്ചയാക്കേണ്ട കാര്യമാണ് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുമ്പാകെ ഇത് കൊണ്ടുവരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഐക്യരാഷ്ട്രസഭ ഒരു UNFCCC, UN ഫ്രെയിംവർക്ക് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സംഘടനയ്ക്ക് തന്നെ രൂപം നൽകിയത്.
ഇതിന് കൂടാതെ തന്നെ ചില രാജ്യങ്ങൾ വളരെ ഈ വൾണറബിളായ രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അന്തരീക്ഷ ഊഷ്മാവ് കൂടുമ്പോൾ ഏറ്റവും ബാധിക്കുന്നത് മഞ്ഞ് ഉരുകുന്നതാണ്. അങ്ങനെ മഞ്ഞ് ഉരുകി കഴിഞ്ഞാൽ മലകളുടെ മുകളിലുള്ള മഞ്ഞ്, ധ്രുവപ്രദേശത്തുള്ള മഞ്ഞൊക്കെ ഉരുകി കഴിഞ്ഞാൽ കടലിലെ വെള്ളത്തിന്റെ അളവ് കൂടും. അങ്ങനെ കടലിന്റെ അളവ് വെള്ളം കൂടുന്ന സമയത്ത് സംഭവിക്കുന്നത് താഴ്ന്ന് കിടക്കുന്ന ദ്വീപുകൾ രാഷ്ട്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മുങ്ങിപ്പോകും. അപ്പൊ അവരാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഒച്ചപ്പാടും ബഹളമാക്കി വരുന്നത്. എന്നിട്ട് കേരളത്തിലടക്കം നമ്മുടെ കൊച്ചി നഗരം ഈ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരു നഗരമാണ്. നമ്മുടെ ഈ കവായി കായലിന്റെ തീരത്തുള്ള താഴ്ന്ന നിലങ്ങളൊക്കെ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഈ ബോംബെയിൽ ഈ മുംബൈ നഗരം എന്ന് പറയുന്നത് കടലിന്റെ ചേർന്നുള്ള നഗരമല്ല, അവിടെ ഇത് ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇത് ഒരു ഇഷ്യൂ ആക്കി എടുക്കുകയും അതിന്റെ ഭാഗമായി ചില പഠന ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ അകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് IPCC എന്ന് പറയുന്നത്. അത് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ ചേർത്തുകൊണ്ട്, ഗവേഷണങ്ങളെ സ്ഥാപനങ്ങളെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഈ അവരുടെ പഠന റിപ്പോർട്ടുകൾ ഉണ്ടാക്കി വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു ഭാഗം ഒഴിഞ്ഞു നിൽക്കുകയോ ഒരാളത് മാറി നിൽക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്, എല്ലാവരെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ കാർഷിക വൃത്തികളൊക്കെ ചെയ്യുന്നത് സാധാരണ ഈ ഞാറ്റുവേല വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്കിനി ഞാറ്റുവേലയൊന്നും ഉണ്ടാവില്ലേ? ഈ ഞാറ്റുവേല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സൂര്യൻ ഏത് നക്ഷത്ര രാശിയുടെ കൂടിയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു കാലത്തിന്റെ കണക്കാണ് ഞാറ്റുവേല. അതിനകത്ത് മഴയുണ്ടാകണമെന്നില്ല, ഈ ചൂടുണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മളെ കുറേ കാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി സൂര്യൻ ഇന്ന രാശിയിൽ നിൽക്കുമ്പോൾ അതിനെയാണ് ഞാറ്റുവേല. ഈ നക്ഷത്രത്തിന്റെ കൂടെയാണ് സൂര്യൻ ഉള്ളതെങ്കിൽ ആ സമയത്ത് ശക്തമായ മഴയുണ്ടാവും. ഇന്ന സമയത്ത് നോക്കിയാണ് നല്ല ചൂടായിരിക്കും. അപ്പൊ ഇതിന് ചിങ്ങം, കന്നി നമ്മളിങ്ങനെ നോക്കി ഓരോ മാസത്തിന് നമുക്കൊരു കണക്കുണ്ടാക്കിയിട്ടുണ്ട്. ചിങ്ങമാസത്തിലേക്കുള്ള നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കണക്കുണ്ടാക്കിയിട്ടുണ്ട്, മാസങ്ങൾ കണക്ക്. അത് നമ്മൾ പറയുന്നു ഏപ്രിൽ 14-ാം തീയതി അല്ലെങ്കിൽ മേടം 1 വിത്ത് ഇറക്കാനുള്ള സമയമാണ്. ചിങ്ങം, ഓണം എന്ന് പറയുന്നത് അതിന്റെ വിള കൊയ്യാനുള്ള സമയമാണ് എന്നൊക്കെ നമ്മൾ മാസത്തിന്റെ അടിസ്ഥാനത്തിലും പറയും. ഈ സൂര്യന്റെ ഈ രാശി ചക്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഞാറ്റുവേല പറയും. അതുപോലെ തന്നെ മാസക്കണക്കിൽ നമ്മളത് പറയും. ഈ കണക്കുകളെല്ലാം തന്നെ ഇപ്പോഴും ഉണ്ടാവും, പണ്ടും ഉണ്ടാവും. പക്ഷെ അന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള, ഉദാഹരണം തിരുവാതിര ഞാറ്റുവേല ഏറ്റവും എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ്. ഈ തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത് ഈ മഴയും നല്ലോണം തെളിഞ്ഞൊരു കാലാവസ്ഥയും പിന്നെ ഇടയ്ക്കൊരു മഴയൊക്കെ വരുന്നതാണ്. ആളുകൾ പറയാറുണ്ട് ഒരാളുടെ വിരൽ മുറിഞ്ഞു പോയാൽ അത് മണ്ണ് കുത്തിയാൽ ആളായി മുളച്ചു വരുന്ന സമയമാണ്. നല്ല സമയം എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോയ വിരൽ കുത്തിയാൽ ആളായിട്ട് മുളച്ചു വരും. അതാണ് തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകത പറയാം, അത്രത്തോളം. പക്ഷെ ഈ ഞാറ്റുവേല ഇവിടെ ഉണ്ടാവുമെങ്കിലും ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും നടക്കണമെന്നില്ല. കാർഷിക വൃത്തിക്ക് പറ്റിയ ഒരു സമയമായിട്ട് അതിനെ കാണാൻ കഴിയില്ല. കാരണം അത് അടിമറിഞ്ഞു പോകും. കാരണം നമ്മൾ മഴ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് മഴ ഉണ്ടാകണമെന്നില്ല. നമ്മൾ വിത്തൊക്കെ വിതച്ചു. ഇപ്പൊ എത്രത്തോളം അത് മാറിയിട്ടുണ്ട്? ഇപ്പോ അല്ലാതെ തന്നെ ഒരു മാറ്റം വന്നത് ഈ നമ്മളെ സൂര്യന്റെ കലണ്ടറുമായി ബന്ധപ്പെട്ടൊരു കാര്യമുള്ളത്. ഈ മുമ്പൊക്കെ ഏപ്രിൽ 14 ആണ് നമ്മൾ വിഷുവായി ആഘോഷിക്കുന്നതെങ്കിലും പണ്ടത്തെ കണക്കിന് സൂര്യന്റെ ദിവസം നോക്കിയിട്ട് കണക്കൂട്ടിയതാണ് ആ മേടം 1 നമ്മൾ പറയുന്നത്. എന്നാൽ അങ്ങനെയുള്ളൊരു അവസ്ഥ ഇപ്പോൾ മാർച്ച് 22-ാം തീയതിയിലേക്ക് അത് സൂര്യന്റെ ചലനത്തിന്റെ, ഭൂമിയുടെ ചലനത്തിന്റെ ഭാഗമായിട്ട് അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കലണ്ടറിൽ അത് മാറ്റം ഉണ്ടാവും. പക്ഷെ കുറേ കാലമായി മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ കൃഷിക്കൊക്കെ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. ഇത്ര ദിവസം നെല്ലിടാം, അങ്ങനെ ഉണ്ടായി ഞാറ് പറിച്ചിടാൻ ഇത്ര ദിവസം വേണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ 1-ാം വിള നടത്തുക എന്ന് പറയുന്നത് കേരളത്തിൽ നെൽകൃഷിയെ സംബന്ധിച്ച് 1-ാം വിള നടത്തുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഞാറ് പറിച്ചിടാനുള്ള വെള്ളം കിട്ടില്ല, അല്ലെങ്കിൽ ഞാറ് മുങ്ങിപ്പോകുന്ന വെള്ളമാണ്. അത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1-ാം വിള എന്ന് പറയുന്ന നെൽകൃഷിയുടെ ഇതിൽ ഇന്ന് തീരെ ധൈര്യത്തിൽ മനുഷ്യന് കൃഷിയിൽ ഏർപ്പെടാൻ കഴിയാത്തൊരവസ്ഥയായി എന്നുള്ളത്. ശരിക്കും ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഈ കാർഷിക വിളകള് നശിച്ചു പോകുന്നു, നെല്ല് നശിച്ചു എന്നൊക്കെ കർഷകർ പറയുന്നത് ശരിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണ്. അതെ, കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു, ഈ സൗരോർജം അതുപോലെ കാറ്റ്, ഇത്തരത്തിലുള്ള ഊർജം കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ ഇത് കുറയില്ലേ? അത് ചെയ്യണം, അതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി വളരെ കുറച്ചേ നമുക്കുള്ളൂ. കേരളത്തിൽ കുറച്ച് പദ്ധതികളുണ്ട്, എന്നാലും നമ്മൾ കൂടുതലും കൽക്കരി താപനിലയങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരുപാട് കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകും. അത് കുറക്കാൻ ഏറ്റവും നല്ല പണി എന്ന് പറയുന്നത് സൂര്യൻ, ഈ സൗരോർജ്ജം ഉപയോഗിക്കാം. കാറ്റ്, അതും സൂര്യൻ്റെ തന്നെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. കാരണം ചൂട് പിടിക്കുമ്പോഴാണല്ലോ കാറ്റ് ഉണ്ടാകുന്നത്. കാറ്റ്, അതുപോലെ തിരമാലകളും ഈ കാറ്റുമായി ബന്ധപ്പെട്ട് ചേർന്നുള്ള കാര്യമാണ്. അപ്പൊ സൂര്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വേണ്ടുന്ന എല്ലാ ഊർജ്ജത്തിന്റെയും സ്രോതസ്സും സൂര്യനാണ്.
അപ്പോൾ സൂര്യനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജം എടുക്കാം, അതിൻ്റെ പ്രവർത്തന ഫലമായുള്ള കാറ്റിനെ നമുക്ക് എടുക്കാം, അതുപോലെ തിരമാലയെ നമുക്ക് എടുക്കാം. ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഉത്സർജനം നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ കുറക്കാൻ കഴിയും. ഒരു ദിവസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ ഒന്നും കഴിയുന്നില്ലെങ്കിലും ഒരു 2-3 തലമുറ നമ്മൾ ഇതിലേക്ക് പൂർണ്ണമായും മാറുകയാണെങ്കിൽ മെല്ലെ മെല്ലെ മാറ്റാൻ വേണ്ടി കഴിയും. ലോകത്താകെ നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ 1.2 ഡിഗ്രി കൂടി ഞാൻ പറഞ്ഞില്ലേ, 1.5 ഡിഗ്രിയിൽ കൂടരുത് എന്നാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അത് പിടിച്ചു നിർത്തണമെങ്കിൽ ഈ ഫോസിൽ ഇന്ധനങ്ങൾ എന്തായാലും നിയന്ത്രിച്ചേ മതിയാവും. അതിന് ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൗരോർജ്ജവും ഈ പവനോർജ്ജവും അതുപോലെ തന്നെ തിരയൻ്റെ ഊർജ്ജവും ഒക്കെയാണ്. അത് നമുക്ക് ഉപയോഗിക്കേണ്ട അത്യാവശ്യം. അതേപോലെ തന്നെ ഈ നമ്മളിപ്പോൾ വളരെ നവീകരിക്കപ്പെട്ടു ആധുനികവൽക്കരിക്കപ്പെട്ടു, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വരുന്നു. ഈ ഉദ്വമനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ മറികടക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള ആധുനികപരമായിട്ടുള്ള ഒരു നവീകരണം നമുക്ക് നടത്താൻ കഴിയുമോ? ഈ ശാസ്ത്രത്തിൽ നമ്മളെപ്പോഴും പ്രതീക്ഷ കൊടുക്കണമല്ലോ. അതെ, കാരണം ഈ ഒരു ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായിട്ടാണ് ഈ എഞ്ചിനുകളൊക്കെ വന്നത്, ഈ ഇത്തരം എഞ്ചിനുകൾ എല്ലാം വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കത്തിക്കുമ്പോൾ അതിനെ നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഊർജ്ജമായി കിട്ടുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തിരിച്ചു പിടിക്കാനുള്ള വഴിയും ശാസ്ത്രം കണ്ടെത്തേണ്ടതാണ്, ഈ കണ്ടെത്തുമായിരിക്കും. പക്ഷേ നിലവിൽ നമുക്ക് അത്തരം വലിയ സാധ്യതകളുണ്ട്. അത് ഈ കാർബണിനെ ആഗിരണം ചെയ്ത് അതിനെ ശേഖരിച്ച് വെക്കുന്ന സംവിധാനങ്ങളെയാണ്. അതിനെയാണ് നമ്മൾ കാർബൺ സിങ്ക് എന്ന് പറയും. സിങ്ക് എന്ന് പറഞ്ഞാൽ അതിനെ ശേഖരിച്ച് വെക്കാൻ ഒരു പ്രധാനപ്പെട്ട സിങ്കാണ് നമ്മുടെ ഈ വെള്ളത്തിൽ കാർബൺ ലയിക്കും. പക്ഷെ കാർബൺ ലയിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ അസിഡിറ്റി കൂടും. ഈ സോഡ വെള്ളം പോലെ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് കാർബോണിക് ആസിഡ് ആവും. അപ്പൊ അതിന് കുറച്ചൊരു അസിഡിറ്റി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ കടലിലേക്ക് തന്നെയാണ് കൂടുതലും വരിക. കടലിന്റെ ഊർജ്ജം ഇന്നലെ ചൂടും കൂടും. കുറച്ച് അതിനകത്ത് ജീവിക്കുന്ന മത്സ്യങ്ങൾക്കും മറ്റേ ഈ കടൽ പുറ്റുകളില്ലേ, ഈ മറ്റേ പൗഴപ്പുറ്റുകൾ, അതൊക്കെ ദ്രവിച്ചു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായി ഇരുന്നിട്ട് ഇതിന്റെ അസിഡിറ്റി ഉണ്ടാകുന്നതാണ്. എന്തായാലും അങ്ങനെ എന്തെങ്കിലും സംവിധാനം കടലിലേക്ക് അല്ലാണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഈ കാർബണിനെ ആഗിരണം ചെയ്ത് വെക്കാൻ കഴിയുമോ എന്ന് മനുഷ്യൻ നോക്കുന്നുണ്ട്. അതിൽ നമുക്കിപ്പോൾ ആകെ കയ്യിലുള്ളതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യം മരമാണ്. ഈ മരമാണ് മറുപടി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ കളിയാക്കും. പക്ഷേ യഥാർത്ഥത്തിൽ മരമാണ് മറുപടി. ഒരു പൂർണ്ണമായി പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരം വളരാൻ വേണ്ടി അതിനകത്ത് ഈ മരത്തിന്റെ കോശങ്ങൾ എന്ന് പറയുന്നത് ഓർഗാനിക് എന്ന് പറയുന്നത് ജൈവ ആണല്ലോ. അതിന്റെ പ്രധാനപ്പെട്ട ഘടകം കാർബണാണ്. ഈ കാർബണിനെ ആഗിരണം ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ ആഗിരണം ചെയ്ത് ഈ തടി വളരുന്നതിനനുസരിച്ച് അത്രയും കാർബൺ അതിനകത്ത് ഡെപ്പോസിറ്റ് ആയി. ഈ കാർബണിനെ നമ്മൾ വീണ്ടും കത്തിക്കാൻ പോകരുത്. അതല്ലാതെ ഫർണിച്ചർ ആക്കുന്നു, വാതിലും കതകും ആക്കുന്നു, കുറെ ഈ ബിൽഡിങ്ങിന്റെ ചുമരിലേക്ക് നമ്മൾ ഇതാക്കുന്നു. അങ്ങനെ കുറെ കാലത്തേക്ക് അതിനെ വിടുകയാണെങ്കിൽ അത് ഡെപ്പോസിറ്റ് ആണ്. അത് വലിയൊരു കാർബൺ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ്. കത്തിച്ചാലേ പ്രശ്നമുള്ളൂ. അപ്പൊ നമുക്ക് കത്തിക്കാൻ അതാണ് പറയുന്നത്. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണം, ഊർജം ഉപയോഗം, ഈ ദക്ഷത എന്നാണ് അതിനകത്ത് ഒരു വാക്ക് പറയേണ്ടത്. എഫിഷ്യൻസി എന്ന് പറയും. കേരളത്തിലെ ഈ ചോറ് വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഈ സമയം എടുത്ത് പാചകം ചെയ്യുന്ന കാര്യം അരിയാണ്. അപ്പോൾ ഈ അരി പാചകം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു അടുപ്പ്, 3 കല്ലടുപ്പ് മനുഷ്യൻ കണ്ടെത്തി കുറേ കാലമായി. ഈ വിറക് കത്തിക്കാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം ഒരു വലിയ കൂന കൂട്ടി കത്തിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു ചെറിയൊരു ഉയരത്തിൽ വെച്ച് അതിൻ്റെ അടിയിലേക്ക് കത്തിച്ചാൽ ചൂട് കൂട്ടാൻ എളുപ്പമാണെന്നൊക്കെ പാത്രമൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. കുറേ കാലമായിട്ട് അവരുണ്ടാക്കിയ ഒരു അടുപ്പാണ്. ഈ അടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ദക്ഷത, എഫിഷ്യൻസി എന്ന് പറയുന്നത് 8% താഴെയാണ്. എന്നാൽ അത് നമുക്ക് അതായിട്ട് ബാക്കിയോടെ പോകുന്നു. ബാക്കി ഈ ചൂട് പിടിച്ച് ഈ കല്ലിനെയൊക്കെ ചൂട് പിടിച്ച് അന്തരീക്ഷത്തിൽ ചൂട് പിടിച്ച് അങ്ങ് പോകും. കുറേ നീരാവിയായി പോകും. ഇതിനകത്ത് കുറച്ചേ കത്തു, കുറേ കരിയായി ബാക്കി കിടക്കും. അങ്ങനെ മൊത്തം പാചകത്തിന് കിട്ടുന്ന 8% കിട്ടും. എന്നാൽ അതിന് ദക്ഷത കൂടിയ സാധാരണ ആളുകൾ പുകയില്ലാത്ത അടുപ്പ് എന്ന് പറയുന്നത് തെറ്റാണ്. അടുപ്പ് പറയുന്നത് പുകയില്ലാത്ത അടുപ്പ് എന്ന് തെറ്റാണ്. കാരണം പുകയില്ലാത്ത അടുപ്പ് ഉണ്ടാവില്ല. തീയുണ്ടോ? പുകയുണ്ട്. പുകയുണ്ട്. പക്ഷേ നാം പരിഷത്തിന് പേരിട്ടിരുന്നത് പുകയില്ലാത്ത അടുപ്പ് അല്ല. പുകശല്യം കുറഞ്ഞ ദക്ഷത കൂടിയ പരിഷത്തെടുപ്പ്. അങ്ങനെയാണ്. പുകശല്യം കുറഞ്ഞ ദക്ഷത കൂടിയ പരിഷത്തെടുപ്പ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അടുപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ 25%, 23 മുതൽ 25% വരെ ദക്ഷത കിട്ടും. അതിൻ്റെ അർത്ഥം ഇന്ന് നമ്മൾ 3 മരം കൊണ്ടാണ് എൻ്റെ വീട്ടിലെ 3 മാവ് കൊണ്ടാണ് എൻ്റെ വീട്ടിലെ പാചകാവശ്യത്തിന് ഞാൻ ഈ വർഷത്തെ ഒരു ഉപയോഗിച്ചെങ്കിൽ ഈ പരിഷത്തെടുപ്പ്, പുകശല്യം കുറഞ്ഞ ദക്ഷത കൂടിയ അടുപ്പ് ഒക്കെയാണെങ്കിൽ നിങ്ങൾക്ക് 2 മരം അവിടെ നിലനിൽക്കും. 3-1 വേണ്ടു.
മൂന്നിലൊന്നേ വേണ്ടു. അത്ര മലിനീകരണം കുറഞ്ഞു. മലിനീകരണം കുറയും. മാത്രമല്ല ഈ വീട്ടിനകത്ത് അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനീമിക് ആകുന്നത്, വളർച്ച ഉണ്ടാകുന്നത് ഇതിന്റെ പുക കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചിട്ടാണ്. അതില്ലാതാക്കാൻ കഴിയും. അപ്പോൾ പാചകം ചെയ്യാൻ വെറുതെ കത്തിക്കണം. പക്ഷെ കത്തിക്കുമ്പോൾ നിങ്ങൾ ദക്ഷത കൂടിയ സംവിധാനങ്ങൾ ഉപയോഗിക്കണം. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഗ്യാസ് ഉപയോഗിക്കാം. ഗ്യാസ് ആണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഊർജ്ജം കിട്ടും, അതിനും ദക്ഷത കൂടുതലാണ്. ഇതിന്റെ കൂടെ തന്നെ ചൂടാറപ്പെട്ടി ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഊർജ്ജം ലാഭിക്കാം. അപ്പോൾ ജീവസന്ധാരണത്തിന് വേണ്ടി അന്നം മുട്ടിക്കുന്ന ഒരു പ്രവർത്തനത്തിന് നമുക്ക് പറ്റൂല. പക്ഷെ ആ സമയത്ത് പോലും നമ്മൾ കുറച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കുറക്കാൻ വേണ്ടി ലോകത്ത് എന്തൊക്കെ തരത്തിലുള്ള കൂട്ടായ്മകളാണ് വളർന്നു വരുന്നത്? ഇത് കുറേ വർഷങ്ങളായി ഈ ചിന്ത മനുഷ്യനുണ്ടായിട്ടുണ്ട്. കാരണം അന്തരീക്ഷ താപനില കൂടുന്നുവെന്ന് കണ്ടപ്പോൾ തന്നെ പല രാജ്യങ്ങളിലും ഇത് ചർച്ചയായി. ലോക ഈ സംഘടനകൾ, ഈ ഐക്യരാഷ്ട്രസഭയുടെ ഈ ചർച്ചകളിലേക്ക് ഇതെത്തി. അപ്പോഴാണ് പല രാജ്യങ്ങളും മുന്നോട്ട് വെക്കും, ഐക്യരാഷ്ട്രസഭയോട് പറയും ഇതിന് എന്ത് പരിപാടി ഉണ്ടാക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ചില ഈ സമ്മേളനങ്ങൾ നടക്കും. ഉദാഹരണത്തിന് ലോകരാജ്യങ്ങളുടെ എല്ലാം തലവന്മാരുടെ സമ്മേളനങ്ങൾ വിളിക്കും. അത് റിയോ ഡി ജനറോ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നു. അതുപോലെ തന്നെ ഓസോണിന്റെ കാര്യത്തിൽ കുറെ സമ്മേളനങ്ങൾ നമ്മൾ നടത്തി. അവസാനം പാരീസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു ഉടമ്പടി ഉണ്ടാക്കി. ഇതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്നത് ഈ ഏറ്റവും കൂടുതൽ ഈ ആളോഹരി ഉത്സർജനം നടത്തുന്ന വികസിത രാജ്യങ്ങൾ ഇത് അംഗീകരിക്കുമായിരുന്നില്ല. ഉദാഹരണത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഭരണാധികാരികളെല്ലാം തന്നെ പറഞ്ഞത് ഇത് തട്ടിപ്പാണ്, അതിന് ശാസ്ത്രീയമായ പിൻബലമില്ല, ഇത് ഓരോരോ ആളുകൾ ഇങ്ങനെ വെറുതെ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളാണ് എന്നാണ് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ബറാക് ഒബാമ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചു. ലോകരാഷ്ട്രങ്ങൾ പറയുന്നത് ശരിയാണ്, ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് അവർ പാരീസ് ഉടമ്പടിയിൽ ഒപ്പിട്ടു. എന്നാൽ പിന്നീട് വന്ന ഭരണാധികാരി ട്രംപ് ഉടനെ തന്നെ അതിലൊന്ന് പുറത്തുപോയി. ഇപ്പൊ അവർ പറയുന്നത് ഞങ്ങൾക്ക് അതിന്റെ ബാധ്യതയില്ല, ലോകത്ത് കാർബൺ ഡയോക്സൈഡ് ഉത്സർജനം കൂടുന്നുണ്ടെങ്കിൽ അത് ചൈനയും ഇന്ത്യയൊക്കെയാണ് കൂട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അവരാണ് കൂട്ടുന്നത്. അവർ കുറക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അടുപ്പ് കത്തിക്കാതിരിക്കട്ടെ എന്നാണ് അയാൾ പറയുന്നത്. അയാളുടെ ഈ കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കുറക്കാൻ അവർ തയ്യാറല്ല എന്ന് പറയുന്നത്. അപ്പോഴാണ് ഒരുപാട് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് പല കരാറുകളും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉള്ളൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാജ്യങ്ങളും കാർബൺ ഡയോക്സൈഡിന്റെ ഉത്സർജനം കുറക്കണം. കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല ഇതിനകത്ത് പറയുന്നത്, മീഥേൻ ഉണ്ട്, അതുപോലെ തന്നെ ഈ ചെറിയ ഈ PM ഏറ്റവും കുറഞ്ഞ അളവിലുള്ള കണികകളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ പറയുക ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ അളവ്. ഇത് കുറക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനുള്ള പരിപാടികൾ തീരുമാനിക്കുകയും ചെയ്തു. ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറഞ്ഞിട്ട് COP എന്ന് പറയും. അങ്ങനെ ഈ ബുസാനിലയുടെ ഒരു യോഗം നടന്നു. ഈ യോഗങ്ങൾ ഈ നമ്മൾ ഖത്തറിൽ യോഗം നടന്നു. പല രാജ്യങ്ങളിൽ മാറി മാറി യോഗങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല. കാരണം സാമ്പത്തികം വേണം ഇതിനകത്ത്. നമ്മളിപ്പോൾ പറഞ്ഞു ഒരു മരം നട്ടാൽ കാർബൺ സിങ്ക് ഉണ്ടാക്കാം. പക്ഷേ മരം നടുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തുനിന്നും മരം നടാൻ പറ്റില്ല. അതിന് സംരക്ഷിക്കാനുള്ള സംവിധാനം വേണം, അതിന് വെള്ളമൊഴിക്കാനുള്ള സംവിധാനം വേണം. ഇതിനൊക്കെ കുറച്ച് ചിലവുണ്ട്. ഈ ചിലവ് ആര് ചെയ്യും? കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ഉത്സർജിക്കുന്ന ഈ ആരാണോ, കമ്പനിയാണോ, സ്ഥാപനമാണോ, രാഷ്ട്രമാണോ, അവരിതിന് ഫണ്ട് കൊടുക്കണം. അതിനവർ തയ്യാറല്ല. അതുകൊണ്ട് ഈ കരാറുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും നടപ്പിലാകുന്നില്ല. ഈ അടുത്ത 2018 ശേഷമൊക്കെ വലിയ തോതിൽ പ്രളയം, അതേപോലെ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രളയങ്ങൾ അതുപോലുള്ളതൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്നത്? നമ്മൾ എല്ലാം കാലാവസ്ഥയുടെ മുകളിൽ നമുക്ക് ചാർത്താൻ കഴിയില്ല. എന്നാലും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം മഴയുടെ പാറ്റേണിലുള്ളൊരു മാറ്റമാണ്. സാധാരണഗതിയിൽ കേരളത്തിൽ ജൂൺ 1-ാം തീയതി മഴ തുടങ്ങി, അത് കുറച്ച് ദിവസം നല്ല മഴ പെയ്ത് പിന്നീടൊരു ചെറിയൊരു ബ്രേക്ക് എടുത്ത് വീണ്ടും മഴ പെയ്ത് കർക്കിടകത്തിലൊക്കെ നല്ലോണം മഴ പെയ്ത് ചിങ്ങം ഈ ഓണമൊക്കെ ആകുമ്പോഴേക്ക് മാറി നിന്ന് പോകേണ്ട ഒരു സമയമാണ്. ഒരു ദിവസം ശരാശരി 3000 മില്ലിമീറ്ററാണ് നമുക്ക് കേരളത്തിൽ മഴ കിട്ടുന്നത്. ഈ 3000 മില്ലിമീറ്ററിൽ കൂടിയിട്ടൊന്നുമില്ല ഈ അടുത്ത കാലത്തൊന്നും. കൂടിയിട്ടില്ല. ഇല്ല, ഈ 3000 മില്ലിമീറ്ററിന്റെ അടുത്ത് തന്നെയാണ് മഴ കിട്ടുന്നത്. അവസരത്തിൽ കൂടിയിട്ടില്ല. ഇല്ല. അതാണ് ഇതിനകത്തൊരു ഇക്കൊല്ലത്തെ കണക്ക് നമ്മൾ പറഞ്ഞില്ലേ. ഈ ഇതിനകത്ത് വലിയൊരു മാറ്റം അളവിലുണ്ടാകുന്നില്ല, എന്നാൽ പാറ്റേണിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു. കേരളത്തിൽ ഒരു ദിവസം പെയ്യുന്ന മഴ ശരാശരി മുമ്പുണ്ടായിരുന്ന മഴയുടെ എത്രയോ ഇരട്ടി അധികം വെള്ളം
ഈ ഉള്ള മഴയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. മേഘസ്ഫോടനം എന്നൊക്കെ ആളുകൾ പറയും. അത് പറയുന്നത് 10 സെന്റിമീറ്ററിൽ കൂടുതൽ അങ്ങ് മഴ പെയ്തു എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ മേഘസ്ഫോടനം എന്ന് അത് ഒരു വേറെ കാര്യമാണ്. അത് ഞാൻ എടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു സ്ഥലത്ത് വലിയ തോതിൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ ഭൂമിക്ക് പറ്റില്ല. മാത്രമല്ല, മുമ്പ് ഒരു മഴ പെയ്ത് 1-2 ദിവസം കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കിട്ടി ആ മഴയുടെ ഉറവുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് അടുത്തൊരു വലിയ മഴ വരുന്നത്. അതിന് താങ്ങാനുള്ള കരുത്ത് ഭൂമിക്കുണ്ട്. എന്നാൽ ഇപ്പോൾ വലിയൊരു മഴ പെയ്ത് 2-3 ദിവസം പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വീണ്ടും അതിശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഈ മണ്ണിന് അതിനെ പിടിച്ചു നിർത്താനാവില്ല. മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, ഭൂമിയിൽ മനുഷ്യൻ നടത്തുന്ന കുറേ പ്രവർത്തനങ്ങൾ കൂടി ഇതിന്റെ ഭാഗമാകുമെങ്കിലും ഈ വലിയ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പിടിച്ചു നിർത്താനാകാത്ത സമയത്ത് ഒന്നടങ്കം ഈ മണ്ണ്, കല്ല്, പാറ, മരമൊക്കെ നടന്നു പോകുന്ന പോലെ അങ്ങ് പോകും. അങ്ങനെ അങ്ങ് പോകും. വീടൊക്കെ കാണുന്നില്ല, നമ്മൾ പല ഇതിനകത്ത് നമ്മുടെ നാട്ടിലടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. വീടുകൾ അങ്ങനെ തന്നെ താഴ്ന്നു പോകുന്ന രീതിയിലേക്ക് പോകും. ഇത് കേരളത്തിലുണ്ടായ മഴയുടെ പാറ്റേൺ വലിയ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. ഇതിന് ലോകത്താകെ ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം കേരളത്തിൽ 2018 വലിയൊരു പ്രളയം ഉണ്ടായി, 19 പ്രളയം ഉണ്ടായി, 20 കുറെ മഴയുണ്ടായി. എന്നാൽ ഈ വർഷം ഈ ഹിമാലയ സാനുക്കളിൽ നമ്മുടെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ബംഗാളിൻ്റെ തന്നെ മുകളിലത്തെ ഈ ഡാർജിലിംഗ് പോലുള്ള പ്രദേശത്ത് എല്ലാം തന്നെ വലിയ തോതിൽ മഴയുണ്ടാവും. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഈ പാകിസ്ഥാനിൽ വലിയ മഴയുണ്ടായി, ബംഗ്ലാദേശിൽ വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ മുമ്പൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ മഴയുടെ കാര്യത്തിൽ പറയാനുണ്ട്. മഴയെ നിയന്ത്രിക്കുന്ന കാറ്റുകളാണെന്ന് നമ്മൾ പറഞ്ഞു. മൺസൂണാണ് നമ്മുടെ പ്രധാനപ്പെട്ട മഴയുടെ കാരണം. നമ്മുടെ ഈ സമുദ്ര ഉപരിതലത്തിലെ ചൂടാണ് ഈ കാറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. പൊതുവെ അറബിക്കടൽ എന്ന് പറയുന്നത് അധികം ഈ വലിയ മാറ്റങ്ങളില്ലാതെ പോകുന്ന, ചുഴലിക്കാറ്റുകളൊന്നും അധികം ഇല്ലാത്ത ഒരു പ്രദേശമാണ് അറബിക്കടൽ എന്ന് പറയുന്നത്. എന്നാൽ ഒരു 10-20 കൊല്ലമായി കണക്കുകൾ എടുത്തു നോക്കിയാൽ ഓരോ വർഷവും അറബിക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റിന്റെ എണ്ണം കൂടുകയോ ശക്തി കൂടുകയോ ചെയ്യുന്നുണ്ട്. കേരളത്തെ ആകെ ഉറപ്പിച്ച ഓഖി എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇടക്കാലത്തൊക്കെ തന്നെ ഈ അറബിക്കടലിൽ ലക്ഷദ്വീപിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ശ്രീലങ്കയുടെ കുറച്ച് മുകൾ ഭാഗത്തോ ന്യൂനമർദ്ദം ഉണ്ടാകുകയും അതിന്യൂനമർദ്ദമാകുകയും പിന്നീട് ചുഴലിക്കാറ്റാകുകയും ഗുജറാത്തിന്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ ബോംബെയുടെ അപ്പുറത്തേക്കോ അതൊന്നും അല്ലെങ്കിൽ ഒമാനിലേക്കോ കയറി പോകുന്ന രീതിയിൽ ചുഴലിക്കാറ്റുകൾ കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഇത്രയും കാലം വളരെ സേഫായിരുന്നു എന്ന് വിചാരിക്കുന്ന കേരളത്തിന്റെ തീരത്തിനടക്കം വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഈ നമ്മൾ ഇതിന്റെ എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാലാവസ്ഥ മാറ്റമാണെന്ന് നമുക്ക് പറയാം. ആഗോളതാപനമാണോ എന്ന് വെച്ചാൽ അതിന്റെ ഒരു ഘടകമാണ്. പക്ഷെ കാലാവസ്ഥ മാറുന്നു. അതെ, ആഗോളതാപനത്തിന്റെ ഭാഗമായിട്ടാണ് കാലാവസ്ഥ മാറ്റം. ഇനി നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം, ഇനി കേരളം അത്ര സേഫ് അല്ല. ഈ ഇത്രയും കാലം നമുക്കറിയാം, നമ്മളെപ്പോഴും എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് ഈ ആന്ധ്രാപ്രദേശിൽ നിന്ന് അല്ലെങ്കിൽ ഒറീസയിൽ നിന്നൊക്കെ അഭയാർത്ഥികൾ വരും. ഈ അമ്മ തുണി തരണം, ഭക്ഷണം തരണം എന്നൊക്കെ അത് സംശയത്തോടു കൂടി നമ്മൾ അവർ വിശ്വസിച്ചിരുന്നില്ല. കാരണം അവിടെയൊക്കെ ഈ ഒരു ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ഈ ഒറീസയിൽ ഒരു സൂപ്പർ സൈക്ലോൺ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചുഴലിക്കാറ്റ് ഉണ്ടായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. കണക്കിനില്ല. ഈ അങ്ങനെ അത്രയധികം നാശനഷ്ടം ഉണ്ടായി. അങ്ങനെ ഒരു ചുഴലിക്കാറ്റ് നമുക്ക് ഇന്നേവരെ ഉണ്ടായിട്ടില്ല, കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല. എന്നാൽ ഈ അറബിക്കടലിൻ്റെ ഈ ഒരു മാറ്റം നമ്മളെ ആ ഒരു പേടിയിലേക്ക് കൂടെ എത്തിക്കുന്നുണ്ട്. അത്തരം ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിന് ഈ കടലിൽ നിന്ന് പർവ്വതത്തിലേക്ക് കുറച്ച് ദൂരേ ഉള്ളൂ. ഈ സ്ഥലത്താണ് നമ്മളെല്ലാം താമസിക്കുന്നത്. വളരെ ചെറിയ ഒരു ദൂരത്തേക്ക് തന്നെ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാശനഷ്ടം ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് പക്ഷേ ഒരു സൗകര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ സൂപ്പർ സൈക്ലോണിൻ്റെ കഥ പറഞ്ഞില്ലേ, ഒറീസയിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും പോകാൻ എനിക്ക്, മിക്കവാറും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആൻഡമാനിലൊക്കെ പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ പോയാൽ നമ്മുടെ താല്പര്യം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചപ്പോൾ നമ്മൾ കണ്ടൊരു അത്ഭുതം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശാസ്ത്രത്തിൻ്റെ ഒരു മാറ്റം, ഒറീസയിലെ ഈ സൈക്ലോൺ അലർട്ട് സംവിധാനമാണ്. ഇപ്പോഴും വലിയ ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും മരണസംഖ്യ വളരെ കുറവാണ്. അത്രയും നല്ല അലർട്ട് സംവിധാനമുണ്ട്. നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ ആരോടും പറഞ്ഞാൽ തന്നെ അവർ മാറി താമസിക്കുന്നില്ല. പക്ഷേ ഒറീസയിൽ അങ്ങനെയല്ല. ഒരു ചുഴലിക്കാറ്റ് വരാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രദേശത്താണ് എന്നൊക്കെ പറയാൻ പറ്റും, കൃത്യമായി പറയാൻ കഴിയുന്നുണ്ട്. ഇപ്പോ ഇന്ന് ഇത്ര കിലോമീറ്ററിന്റെ ഇടയിലേക്കാണ് ചുഴലിക്കാറ്റ് അടിക്കുക എന്ന് പറയാം, എത്ര കിലോമീറ്റർ വേഗതയിലാണ് എത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എത്രമാത്രം സ്ഥലത്തേക്കുള്ള ആളെ മാറ്റി പാർപ്പിക്കണം എന്ന് പറയാൻ പറ്റും. അതിനുള്ള അലർട്ട് സംവിധാനം അവിടെയുണ്ട്, അനൗൺസ്മെന്റ് സംവിധാനമുണ്ട്, അത് വിവരം കൊടുക്കാനുള്ള ആളുകളുണ്ട് അവിടെയുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ പെട്ടെന്ന് എടുത്തു കൊണ്ടുപോകാൻ ഒരു സഞ്ചി ഉണ്ട് അവരുടെ കയ്യിൽ. നമ്മൾ ആലോചിക്കാത്ത കാര്യമാണ്.
തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ മിക്കവാറും എല്ലാവരും റെഡിയാണ് അവിടെ. അവർ അങ്ങനെ ഒരു പ്രത്യേകത ഒരു ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു അലർട്ട് വരുമ്പോഴേക്ക് റേഷൻ കാർഡും മരുന്നുകളും ഒരു ചെറിയ ടോർച്ചും അത്യാവശ്യമുള്ള ബിസ്ക്കറ്റോ ബ്രെഡോ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് അവർ മാറാൻ തയ്യാറാണ്. കേരളത്തിൽ പറഞ്ഞ ആളുകൾ മാറാൻ തയ്യാറില്ല എന്നുള്ളതാണ് 18 കണ്ടത്. അതേപോലെ തന്നെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തില് ഇത്ര വലിയ വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റ് ഇതൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ കെട്ടിടങ്ങളുടെ ഘടന, അതേപോലെ നമ്മുടെ ഈ നഗരം, അതേപോലെ ഇതൊക്കെ ഉണ്ടാക്കുന്നതിൽ ഇതിനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത് വലിയൊരു പ്രതിസന്ധി ആവൂലേ? അത് പ്രധാനപ്പെട്ട ഈ നമുക്ക് അത്ര വലിയ ചുഴലിക്കാറ്റുകളൊന്നും ഉണ്ടായില്ല. ഓക്കെയാണ് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെയുള്ളത് ഗസ്റ്റനാഡോ എന്ന് പറയുന്ന ചുഴലി, പ്രാദേശിക ചുഴലി എന്ന് പറയും. ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി 2 കിലോമീറ്ററിലേക്ക് ശക്തി അടിച്ച് അവിടുത്തെ വീടിനെയും മരങ്ങളെല്ലാം തകർത്ത് പോകുന്ന ഗസ്റ്റനാഡോസ് ഉണ്ടാവും. വലിയ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനിങ്ങിലൊന്നും പൊതുവെ വീടെടുക്കുമ്പോഴായാലോ റോഡ് ഉണ്ടാക്കുമ്പോഴോ മറ്റ് എന്തെങ്കിലും സംവിധാനം നഗരവൽക്കരണം ഇതൊന്നും ഉണ്ടായില്ല. ഈ അടുത്ത കാലത്ത് ഈ മഴയുടെ പാറ്റേൺ കൂടി എന്ന് പറഞ്ഞില്ലേ, വ്യത്യാസം വന്നു എന്ന് പറഞ്ഞില്ലേ, അളവ് കൂടി. ഒറ്റ മഴയിൽ തന്നെ ഒരുപാട് വെള്ളം വന്നു. സാധാരണഗതിയിൽ ഡ്രെയിൻ ചെയ്ത് പോകാവുന്ന ഓടയിൽ പോകാവുന്ന വെള്ളത്തിന്റെ എത്രയോ ഇരട്ടി വരുന്നതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്യുമ്പോഴേക്ക് കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും, കണ്ണൂർ നഗരത്തിലടക്കം വെള്ളപ്പൊക്കമാണ്. പൊതുവെ ഒരു കുറച്ച് ഉയർന്നതും കടലിനടുത്തേക്ക് അടുത്തുള്ള കുറെ ചാലുകളുള്ള ഒരു പ്രദേശമാണ് കണ്ണൂർ നഗരം. എന്നാൽ കണ്ണൂർ നഗരത്തിൽ ഈ 2 അണ്ടർപാസിലും വെള്ളം കയറും, മറ്റു പല സ്ഥലത്തും വെള്ളം കയറും. കൊച്ചിയിലെത്തി പോയാൽ എല്ലാ സ്ഥലത്തും വെള്ളമാണ്. തിരുവനന്തപുരത്ത് നമുക്ക് കണ്ടിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനും സ്ഥലത്ത് കിടക്കുന്ന ഏറ്റവും കേന്ദ്രമായി തമ്പാനൂർ വെള്ളത്തിനടിയിലാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാനിങ്ങിൽ ഒന്നും തന്നെ ഈ പറയുന്ന പെയ്ത്ത് വെള്ളത്തിനെ കടത്തിവിടാൻ പോലും ഉള്ളൊരു സംവിധാനം ഉണ്ടായില്ല. ഡ്രെയിനേജ് പോട്ടെ, ഈ മറ്റ് മാലിന്യം കൊണ്ടുപോകാൻ സംസ്കരിക്കുന്ന കാര്യം പോട്ടെ, ഈ മഴ പെയ്യുമ്പോഴുള്ള വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു പ്ലാൻ പോലും നമുക്കില്ല. അതുപോലെ തന്നെ കാറ്റടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പരിഗണിച്ചിട്ടില്ല. അതുപോലെ ഈ റോഡുകൾക്ക് ഓട വേണമെന്ന് നമ്മൾ ഇന്നേ വരെ വിചാരിച്ചിട്ടില്ല. നമുക്ക് റോഡ് എത്രമാത്രം വീതി കിട്ടി താർ ചെയ്യാൻ പറ്റുമോ അത്രയും ദൂരത്തിൽ എനിക്ക് വണ്ടി ഓടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് ഇത്ര വരുന്ന വെള്ളത്തിന് ഇത്ര വീതിയിൽ ഒരു ഡ്രെയിൻ വേണം എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. എന്തിന് നമ്മൾ വലിയൊരു ദേശീയവാദി ഉണ്ടാക്കുന്നത്. ദേശീയവാദ നല്ലത് തന്നെയാണ്, ആവശ്യമാണ്. ഈ ഒരു സംസ്ഥാനത്തിന്റെയോ അല്ലെ രാജ്യത്തിന്റെയോ വികസനത്തിന് വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഹൈവേ ആണ്, റോഡ്. ആർക്കും അതിനെ എതിർക്കാനൊന്നും കഴിയില്ല. പക്ഷെ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഇന്നത്തെ മഴ പോലും താങ്ങാൻ കഴിയുന്നില്ല. ഇനി വരാൻ പറ്റുന്ന ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതിതീവ്ര മഴകൾ ഇനി ഉണ്ടായേക്കാം. അതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ അതിനെ അതിജീവിക്കാനല്ല, അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സംവിധാനം പോലും നമ്മുടെ റോഡുകൾക്കില്ല, നമ്മുടെ കെട്ടിടങ്ങൾക്കില്ല, നമ്മുടെ പൊതു സംവിധാനങ്ങൾക്കൊന്നുമില്ല. പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ ആളുകൾ ഓടിപ്പോകേണ്ടത് ആശുപത്രികളിലേക്കാണ്. കേരളത്തിലുള്ള മിക്കവാറും ആശുപത്രികളെല്ലാം വെള്ളത്തിൽ മുങ്ങാവുന്ന സാധ്യതയുള്ള താഴ്ന്ന പ്രദേശത്താണ്. നഗരപ്രദേശത്തിലെ ആശുപത്രിയിലേക്കുള്ള റോഡെങ്കിലും ബ്ലോക്ക് ആവും. അപ്പൊ ഇത് നമ്മുടെ പ്ലാനിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ചെയ്യാൻ കഴിയും. ഒന്ന്, നമ്മളിനി ഏതായാലും ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. ദേശീയപാത നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, ഈ റോഡുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, കെട്ടിടങ്ങൾ നമുക്ക് വേണം, മുറ്റം കോൺക്രീറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കോൺക്രീറ്റ് തന്നെ ചെയ്യണം, അതിലൊന്നും നമുക്ക് എതിർപ്പില്ല. ടൈലിടേണ്ട സ്ഥലത്ത് ടൈലിടണം. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മഴയുടെ അളവ്, നമ്മൾ സാധാരണ 3000 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 3 മീറ്റർ ഉയരത്തിൽ, ഈ കേരളം ഒരു ഫ്ലാറ്റായ ഒരു സ്ഥലമായിരുന്നെങ്കിൽ നമ്മുടെ ഭൂമിയിൽ മുഴുവൻ പെയ്യുന്ന വെള്ളം എടുത്തു നോക്കിയാൽ 3 മീറ്റർ വെള്ളത്തിൽ നിൽക്കേണ്ട സ്ഥലമാണെന്ന് അതിൻ്റെ അർത്ഥം. 3 മീറ്റർ ഉയരത്തിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്കിപ്പോൾ കണക്കുകളൊക്കെ ഉണ്ട്, ഈ പ്രാദേശികമായി പോലും കണക്കുകളുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലും, മിക്കവാറും എല്ലാ പഞ്ചായത്തിലും മഴവാങ്ങികൾ വെച്ചിട്ടുണ്ട്. ഓരോ ദിവസത്തെയും മഴയുടെ അളവ് നമുക്ക് കിട്ടുന്നുണ്ട്. വയനാട് ജില്ലയിൽ അവിടെ ഒരു ഏജൻസി അവർ ചെയ്യുന്നുണ്ട്, അവരുടെ സഹായത്തോടെയാണ് കണ്ണൂർ ജില്ലയിൽ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പെയ്യുകയാണെങ്കിൽ ആ വെള്ളം എത്ര മീറ്റർ ഉയരത്തിൽ നിൽക്കാം, അല്ലെങ്കിൽ 2 മണിക്കൂർ പെയ്താൽ അത് എത്രമാത്രം ഉയരത്തിൽ നിൽക്കാമെന്ന് കണക്കൊക്കെ ഉണ്ടാക്കാൻ കഴിയും, മോഡൽ ചെയ്യാൻ വേണ്ടി കഴിയും, സാങ്കേതികത വളർന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പെയ്യുന്ന വെള്ളത്തെ ഏത് ഭാഗത്തേക്ക് ഒഴുക്കി വിടണം എന്നുള്ളത് നോക്കണം. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അത് ഈ മുമ്പും ഇതുപോലെ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അന്ന് ഇത്ര വെള്ളപ്പൊക്കത്തിന് കാരണമായില്ല. കാരണം ഈ വെള്ളം ഒഴുകിപ്പോയി കടലിലെത്തുന്നതിന് മുമ്പ് കുറേ പരന്ന് കിടക്കാവുന്ന കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. വയല്, ചതുപ്പ്, വലിയ തോടുകൾ, വലിയ വീതിയുള്ള പുഴകൾ. തോടുകളെല്ലാം ഇപ്പൊ നമ്മൾ കൂട്ടി കെട്ടിയെടുത്ത് ചെറിയ ഡ്രെയിനേജ് ആക്കി. മഴ പെയ്യുമ്പോൾ കുത്തി ഒലുകി പോകുന്നതല്ലാണ്ട് അതിന്റെ പഴയ സാധാരണ ഒരു തോട് ഇങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. 2 സൈഡിലും വീതി കൂടിയിട്ട് ഇങ്ങനെ താഴെ, പുഴയായാലും അങ്ങനെയാണ് വേണ്ടത്. ഇന്ന് നമ്മൾ പല വികസന പദ്ധതികളിൽ ഫണ്ട് അനുവദിച്ചാൽ ആദ്യം ചെയ്യുന്നത് പുഴയുടെ സൈഡും കെട്ടി നേരെ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന്റെ അളവ് കുറയും.
അങ്ങനെ ഉൾക്കൊള്ളാവുന്ന അളവ് കുറയുമ്പോൾ വെള്ളം പൊങ്ങല്ലേ ചെയ്യുന്നത്. അതൊരു വലിയ ഇതാണ്. അപ്പം നമ്മൾ അതിനെ ഒന്ന് തിരിച്ചിടണം. ഇനി വെള്ളം മഴ പെയ്യുകയാണെങ്കിൽ അത് പെയ്ത് നിൽക്കാനുള്ളൊരു സമയം, കടലിലേക്ക് ഒഴുകി പോകാൻ ഒരു സമയം പിടിക്കും. അത് ഒഴുകി നിൽക്കാനുള്ള കുറേ സ്ഥലങ്ങൾ, താണനിലങ്ങൾ, അത് വയലുകളാകാം, ചതുപ്പ് സ്ഥലങ്ങളാകാം, കണ്ടൽ കാടുകളാകാം, ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടിയാണ് കേരളത്തിലെ നെൽകൃഷി മെച്ചപ്പെടുത്തി എല്ലാ ആളുകൾക്കും വേണ്ടുന്ന അരി ഇവിടെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ടല്ല നമ്മൾ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. അതൊരു ആവശ്യം തന്നെയാണ്, നെൽകൃഷി നടക്കണം. പക്ഷെ നെൽകൃഷി നടക്കുന്നതോടൊപ്പം ഉണ്ടാകുന്നത് ഈ മഴവെള്ളം എങ്ങനെയെങ്കിലും ശേഖരിച്ച് വെക്കാനുള്ള മെല്ലെ മെല്ലെ റിലീസ് ചെയ്യാവുന്ന വലിയൊരു റിസർവയറാണ്. നമുക്ക് 8 ലക്ഷം ഹെക്ടറിലധികം നെൽവയൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 2 ലക്ഷത്തിൽ താഴെയാണ്. 1.8 1.6 മറ്റാണ് ഇപ്പോൾ ലക്ഷം ഹെക്ടറാണ് ഇപ്പോൾ നമുക്ക് ആകെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു അന്നുണ്ടായിരുന്ന അത്രയും മഴ പെയ്താൽ തന്നെ നമുക്കിന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പോൾ മഴയുടെ അളവ് വ്യത്യാസം വരികയും ചെയ്യുന്നു. അതുകൊണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഈ മഴയുടെ അളവ് ഏതായാലും കൂടും എന്ന് നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് പരന്നു നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാകണമെന്നുള്ളതാണ്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മൾ ജീവിതത്തിൽ എല്ലാ ദിവസവും കാണുന്നത്, നമ്മൾ ഒരു ഗ്ലാസ്സിൽ ചായ എടുത്തു. ആ ചായ ഒരു ഗ്ലാസ് നിറച്ചുള്ളൊരു ചായയാണ്. അതിൻ്റെ ഉയരം നമ്മൾ നോക്കി. അത് നമ്മൾ ഒരു പ്ലേറ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് ഒഴിച്ചു, അതിൻ്റെ ഉയരം നോക്കി. ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പൊ ഈ വയൽ ഈ പ്ലേറ്റ് ആണ്, അതിനെയാണ് നമ്മൾ കൊണ്ടുപോയി കുടുക്കി ഒരു ഗ്ലാസ് ആക്കുന്നത്. വെള്ളം പൊങ്ങും. അത് 1 വീട് ഉയരത്തിലോ 2 വീട് ഉയരത്തിലോ പൊങ്ങും, സംശയിച്ചൊരു കാര്യമില്ല, അതുണ്ടാവും. അപ്പൊ ആ വയലുകൾ എങ്ങനെയെങ്കിലും ബാക്കിയുള്ളതെങ്കിലും, ഇനി തിരിച്ചെടുത്ത് എല്ലാം കെട്ടിടങ്ങളിൽ ഒഴിവാക്കി ആക്കണമെന്ന് പറയുന്ന അത്ര പ്രായോഗികമല്ലെങ്കിലും ഇനിയുള്ള വയലുകളെങ്കിലും സംരക്ഷിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഇത് മാത്രമല്ല, നമുക്ക് വെള്ളപ്പൊക്കത്തിനെതിരെയുള്ള പ്രവർത്തനം കൂടിയാണ്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യമാണ്. അത് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ കാണണം. ഈ വെട്ടിനിരത്തൽ എന്നൊക്കെ പറഞ്ഞ് വളരെ ആളുകൾ അതിനെ കുറ്റം പറയുമെങ്കിലും ഇന്നും ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, വയൽ നിർത്തുന്നതിനെതിരെ എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ വികസനം വേണ്ടേ, നിങ്ങൾക്ക് റോഡ് വേണ്ടേ, നീ എങ്ങനെയാണ് വീടെടുത്തതെന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, നമ്മളെ അത്യാവശ്യത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ചെയ്യാൻ അതിന് നിയമത്തിൽ തന്നെ പറയുന്നു, നിങ്ങൾക്ക് വീടെടുക്കാൻ വേറെ സ്ഥലമില്ലേ, നിങ്ങൾ കുടുംബപരമായി ഒരു സ്ഥലവും ഇല്ലേ, എന്നാൽ നിങ്ങൾക്ക് വയൽ നിർത്താൻ നിയമപ്രകാരം പെർമിഷൻ കിട്ടുന്നുണ്ടല്ലോ, 10 സെന്റോ 10 സെന്റ് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ആ നിയമം പാലിക്കുകയാണ് വേണ്ടത്. ഇന്ന് യാതൊരു ഇതുമില്ല. കുന്നിടിക്കുന്നത് പോലെ തന്നെ ഒരു കുന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഇടിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വേറെ ഒരു ഡെപ്പോസിറ്റ് ആകുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുന്ന് ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും വെള്ളം ഒഴുകുന്നതിനുള്ള അതുപോലെ കുന്നിൻ്റെ കാര്യം അങ്ങനെയാണ്. ഈ എടനാടൻ ചെങ്കൽക്കുന്നിൻ്റെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലബാർ പ്രദേശത്ത് കൂടുതലുള്ള ലാറ്ററൈറ്റ് ആണ്. ഈ എടനാടൻ കുന്നും ചെങ്കൽക്കുന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ലാറ്ററൈറ്റ്. നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേകത, അതിന് വെള്ളത്തെ ഉള്ളിലേക്ക് കടത്തി വിടാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഒരു ചെങ്കല്ല് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനുള്ളിലേക്ക് ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണുന്നത്. ഈ സുഷിരങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായി വെള്ളം താഴേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ ഇരുമ്പിൻ്റെയും അലൂമിനിയത്തിൻ്റെയും മറ്റേ പല മിനറലുകളും ഈ അലിഞ്ഞു ചേർന്ന് താഴേക്ക് പോയി ക്ലേയിൽ വന്ന് നിൽക്കുന്ന അങ്ങനെ പോകുന്നതുകൊണ്ടാണ്. അതിന് മുകളിൽ നിന്ന് താഴെ വരെ സ്ട്രോ പോലെയാണ് സംവിധാനമാണിത്. അപ്പോൾ ഈ മഴ ഇത്രയും ഇത് ശേഖരിച്ച് വെക്കുന്നുണ്ട്. ഒരു പാറ ഇല്ലാണ്ടായി, ഒരു വലിയ കുന്നില്ലാണ്ടായി, അത്രയും വെള്ളം ശേഖരിക്കാനുള്ള സംവിധാനമില്ല. മാത്രമല്ല ഇത് നേരെ വന്ന് വീഴുന്നത് ഇവിടെ വയലിലാണ്. അതുകൊണ്ട് കുന്നിടിക്കൽ എന്ന് ബാധിക്കുന്നുണ്ട്. അപ്പൊ കുന്നിടിക്കൽ എന്ന് പറയുന്നത് ഈ നമ്മുടെ ജീവിതത്തിൽ ഇനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു കുന്ന് ഇടിക്കണ്ടേ, ഒരു മരവും മുറിക്കണ്ടേ, ഒരു മണലും എടുക്കണ്ടേ, അങ്ങനെ പറയുന്നയാൾ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആളല്ല. ഒരു മരവും മുറിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയമായ ചിന്തയല്ല, പ്രായോഗികമല്ല. അത് അങ്ങനെ പറയരുത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണല്ലോ, ഇതിന് നേരെ അപ്പുറത്താണ് മേലച്ചുവ. ഈ മേലച്ചുവയിൽ പണ്ടത്തെ ആളുകൾക്കെല്ലാം അറിയാം, അവിടെ വരുമ്പോൾ അവിടെ ഒരു നടുക്കൊരു കിണറുണ്ടായിരുന്നു, അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ഈ റോഡ് വികസിപ്പിക്കണം, എന്ത് ചെയ്യണം? കിണർ തൂർത്ത് അത് റോഡാക്കണം, അവിടെ ഉണ്ടായിരുന്ന ഒരു മരം മുറിക്കണം. അപ്പോൾ മരം മുറിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ ടൗണിൽ തന്നെ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ മരം മുറിക്കുന്നതിനുള്ളൊരു ഈ കമ്മിറ്റി, ട്രീ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകരായിട്ട് മെമ്പറാണ്. അപ്പോൾ ഞങ്ങളുടെ മുമ്പാകെ ഇത് വന്നു. ഈ കമ്മിറ്റിയിൽ പോകേണ്ട പ്രവർത്തകൻ ഞങ്ങളോട് പറഞ്ഞു, ആ മരം മുറിക്കണം എന്ന് കമ്മിറ്റിയിൽ അജണ്ട വന്നിട്ടുണ്ട്, നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളെല്ലാം കൂടി കൂട്ടായി തീരുമാനിച്ച് മുറിക്കണം, ആ മരം മുറിക്കണം, ആ കിണർ തൂർക്കണം. അതാണ്. ഒരു മരവും മുറിക്കരുത് എന്ന് പറയുന്നയാൾ ഈ യുക്തിയിൽ ചിന്തിക്കുന്ന ആളല്ല, ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആളല്ല.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മുറിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ മരം മുറിക്കാനുള്ള പെർമിഷൻ കൊടുത്ത് മിനിറ്റ്സ് വന്നപ്പോൾ ഈ നാട്ടിലെ കുറേ പരിസ്ഥിതി സംഘടനക്കാർ, ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകർ എല്ലാം ഭയങ്കര തെറിവരയിലായിരുന്നു. കാരണം അവർ പോയിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് മുറിച്ചത്, ഇല്ലേ മുറിക്കുമായിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞു ഒരു മരവും മുറിക്കരുതെന്നല്ല, ഒരു പാറയും എടുക്കരുതെന്നല്ല, ഒരു മണലും വാരരുതെന്നല്ല, ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. അത്യാവശ്യത്തിനുള്ളതെല്ലാം വേണം. കേവല യുക്തിവാദം എന്ന് പറയും പോലെ കേവല പരിസ്ഥിതിവാദം അത് അപകടമാണ്. കേവല പരിസ്ഥിതിവാദം എന്ന് പറയുന്നത് ശാസ്ത്രീയമല്ല. എപ്പോഴും നമ്മളൊരു ഈ ബ്രോഡായി കാണണം. ഒരു മൊത്തം വികസനത്തിന്റെ ഭാഗമായി ഒരു മരം നിർബന്ധമായി മുറിച്ച് മാറ്റേണ്ടതാണെങ്കിൽ അത് മുറിക്കണം. ഒരാവശ്യമില്ലാതെ കിടക്കുന്ന ഒരു മരമാണ്. പക്ഷെ അതിന് പകരം എവിടെയെങ്കിലും നടണം. കോമ്പൻസേറ്ററി അതുണ്ട്. പരിഹാര വനവൽക്കരണം എന്ന് പറയുന്ന നിയമത്തിൽ തന്നെയുണ്ട് ഇപ്പം. അത് നടണം. പക്ഷെ ഈ പലപ്പോഴൊന്നും പ്രാവർത്തിയാകുന്നില്ല എന്നുള്ള വേറെ കാര്യമാണ്. പക്ഷെ ഇപ്പം കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് കമ്മിറ്റി കുറച്ചുകൂടെ നോക്കുന്നുണ്ട്. ഇപ്പോൾ മരം മുറിക്കാനുള്ള അനുമതി കൊടുക്കാനുള്ള അധികാരം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കായി. ഇപ്പോൾ ഒരു പഞ്ചായത്തോ നഗരസഭയോ ആണ് ആ പ്രദേശത്തെ മരം മുറിക്കാനുള്ള, പൊതു സ്ഥലങ്ങളിൽ മരം മുറിക്കാനുള്ള അനുവാദം കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാദിത്വം ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ നോക്കുന്നത് കൊണ്ട് പകരം മരം വെക്കുന്നുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കുന്നുണ്ട്. മുമ്പ് ജില്ലയിലൊരു ഏജൻസിയാണ്, അവർക്കെല്ലാം പോയി നോക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ പരിഹാര വനവൽക്കരണം നടക്കുന്നുണ്ട്. കുറച്ച് ആശ്വാസമാണ്. എന്തായാലും ഇതൊക്കെ നമ്മുടെ ഭരണകൂടം ശ്രദ്ധിക്കുമെന്ന് നമുക്ക് കരുതാം. അതെ, ഇനിയും കാണാം. ആയിക്കോട്ടെ. നമസ്കാരം.